നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ സവിശേഷതയുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് JB ജംഗ്ഷനിലെ അതിഥി, വിവാദ നായകൻ, ബഹുമാനനായ മന്ത്രി ശ്രീ KT ജലീൽ. ശ്രീ KT ജലീൽ, ഈ ഒരു അഭിമുഖ പരിപാടിയിലേക്ക് താങ്കൾക്ക് സ്വാഗതം. താങ്ക് യു. ജനങ്ങൾ വിചാരിക്കുന്നത് താങ്കൾ ഇപ്പോഴും തലയിൽ മുന്നിട്ട് നടക്കാമെന്നാണ്. താങ്കളെ കാണാനില്ല. താങ്കൾ കള്ളം പറഞ്ഞ് പത്രപ്രവർത്തനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. റോഡിലൂടെ ഇങ്ങനെ മാധ്യമപ്രവർത്തകരുടെ ചേസിങ്ങിന് ഇരയായിട്ട് വിധേയനായി താങ്കൾ ഇങ്ങനെ പോകുന്നു. എന്താണ് സ്ഥിതി ഇപ്പോൾ? ഞാൻ തലയിൽ മുണ്ടിട്ടൊന്നും എവിടേക്കും പോയിട്ടില്ല. ഒരു സ്വകാര്യ വാഹനത്തിൽ പോയി. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എനിക്കൊരു നോട്ടീസ് വളരെ കോൺഫിഡൻഷ്യലായിട്ടാണ് നൽകിയത്. അതുകൊണ്ടാണ് ആ ഒരു കോൺഫിഡൻഷ്യൽ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ പറഞ്ഞ സമയത്ത് അവരുടെ ഓഫീസിൽ ഞാൻ പോയത്. അവർ പറഞ്ഞിരുന്നോ ഇത് കോൺഫിഡൻഷ്യലായി വെക്കണമെന്ന് പറഞ്ഞിരുന്നോ? തീർച്ചയായിട്ടും അവർ കോൺഫിഡൻഷ്യലാക്കണം എന്നുള്ള നിലക്ക് തന്നെയാണ് പറഞ്ഞത്. അപ്പം താങ്കളുമായിട്ടുള്ള ഈ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ കോൺഫിഡൻഷ്യലായിട്ടാണ് അവർ നിലനിർത്തിയത്? തീർച്ചയായിട്ടും എൻ്റെ പേഴ്സണൽ ഐഡിയിലാണ്, ഇമെയിൽ ഐഡിയിലാണ് അവർ കമ്മ്യൂണിക്കേഷൻ നടത്തിയത്. ഞാനും അങ്ങനെ തന്നെയാണ് നടത്തിയത്. ആ ഒരു രഹസ്യ സ്വഭാവം ഞാനായിട്ട് പൊളിക്കേണ്ട എന്ന് ഞാൻ കരുതി. അതല്ലാതെ ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും ഞാൻ ഇക്കാര്യം നേരത്തെ തന്നെ മാധ്യമങ്ങളെയൊക്കെ വിളിച്ചു പറഞ്ഞ് അവരുടെ എല്ലാവരുടെയും അകമ്പടിയോടെ ഓഫീസിലേക്ക് പോയി അവിടെ പറ്റുമെങ്കിൽ അവരെ കൂടി ആ ചോദ്യം ചെയ്യുന്നു എന്ന് അവർ പറയുന്ന, എന്നാൽ ചില വിവരശേഖരണം മാത്രം എന്നിൽ നിന്ന് നടത്തിയ ആ ഒരു പരിപാടിയിൽ മാധ്യമങ്ങളെ കൂടി പങ്കെടുപ്പിച്ച് അത് തത്സമയം അവർക്ക് സംപ്രേഷണം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണം എന്നാണ്. നമ്മൾ കോൺഫിഡൻഷ്യലാക്കണം എന്ന് പറയുന്ന ഒരു കാര്യം കോൺഫിഡൻഷ്യലാക്കി തന്നെ വെക്കണമല്ലോ. അത് നമ്മളുടെ ഒരു ഡ്യൂട്ടിയാണ്. പ്രത്യേകിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നൊക്കെ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വലിയൊരു സംവിധാനമാണ്. അവരുടെ സ്ഥാപനത്തിൻ്റെ ഒരു സാങ്ക്ടിറ്റി തീർച്ചയായിട്ടും കാത്തു സൂക്ഷിക്കാൻ നമ്മളും. ഞാൻ ആ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് താങ്കളിൽ നിന്ന് എടുത്തിട്ടുള്ള വിവരങ്ങളെക്കുറിച്ചും അത് സംബന്ധിച്ചുള്ള പ്രക്രിയയെക്കുറിച്ചും ഞാൻ വരാം. അതിന് മുമ്പ് ഇത് സംബന്ധിച്ചൊരു മുതിർന്ന മാധ്യമ പ്രവർത്തനം, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളുടെ ഒരു പരാമർശത്തിലേക്ക് പോകും. നിസ്സാര കാര്യങ്ങൾക്ക് പരിഭവിക്കുന്ന വികാരജീവികളാണ് മാധ്യമപ്രവർത്തകർ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു സിനിമയിൽ മോഹൻലാൽ ചോദിക്കുന്നില്ലേ, അപ്പോഴേക്കും പിണങ്ങിയോ എന്ന്. പിണങ്ങുന്നതിന് ക്ഷിപ്രകോപത്തിനും ക്ഷിപ്രപിണക്കത്തിനും മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്നില്ല. എനിക്കിപ്പോഴും തോന്നുന്നു പരിണതപ്രജ്ഞനായ ജലീൽ, കമ്മ്യൂണിക്കേഷന് യാതൊരു തടസ്സവുമില്ലാത്ത ജലീൽ മാധ്യമങ്ങളെ കുറേ കൂടി കലാപരമായി കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. ഇനിയും സമയമുണ്ട്. കലാപരമായി കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു. നല്ല കമ്മ്യൂണിക്കേഷനുള്ളതാണ് ഡോക്ടർ ജലീൽ. തീർച്ചയായിട്ടും ഞാനത് 100% അംഗീകരിക്കുന്നു. കലാപരമായിട്ടുള്ള ഒരു കൈകാര്യം ചെയ്യലിന് അത്തരമൊരു സാഹചര്യം അനുഗുണമാകും എന്ന് ഞാൻ കരുതുന്നില്ല, അല്ലെങ്കിൽ അനുഗുണമായിരുന്നു എന്ന് വിശ്വസിക്കുന്നില്ല. കാര്യങ്ങൾ വിസ്തരിച്ചു പറയേണ്ടതാണ്. ഏതെങ്കിലും ഒരു പീഡികക്കൊലായിയുടെ അടുത്ത് നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിക്കേണ്ട ഒരു വിഷയമല്ലായിരുന്നു അത്. കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ സംസാരം തുടങ്ങുകയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതിന് സമാനമായിട്ട് വേറൊരു ആളും കൂടി വരുന്നുണ്ട്. നമുക്ക് നോക്കാം. അതിനുശേഷം എനിക്ക് കുറച്ച് താങ്കളിൽ നിന്ന് ചോദിച്ചറിയാൻ. തീർച്ചയായിട്ടും. നമസ്കാരം, ഞാൻ മാലാ പാർവതി. എനിക്കൊരു ചോദ്യമുള്ളത്, ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണത, ഒരു ആരോപണം ഉണ്ടാകുന്നു, ആ ആരോപണം ഏതെങ്കിലും ഒരു ഗൗരവമായ ഏജൻസി അന്വേഷിച്ചൊരു തീർപ്പ് കൽപ്പിക്കുന്നതിന് മുൻപ് തന്നെ ആ കാര്യത്തിൽ ജനങ്ങൾ, മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഒക്കെ ചേർന്നൊരു വിധി ഉണ്ടാക്കുന്നു. ആ വിധി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിനി സാമൂഹ്യ ജീവിതം പാടില്ല എന്നുള്ളതാണ്.
അപ്പോൾ എല്ലാത്തിലും നിന്നും മാറ്റി നിർത്തുക, നിങ്ങളെ ഒരു വിലക്ക് കൽപ്പിക്കേണ്ട ഒരാളാണ് എന്ന് വരുത്തി തീർക്കുക. അങ്ങനെ സമൂഹത്തിൽ നിന്ന് തന്നെ ഓടിച്ചു വിട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ഇപ്പോൾ താങ്കളാണ് കഥാപാത്രം. അപ്പോൾ താങ്കളിങ്ങനെ മിണ്ടാതിരിക്കുന്നത് സാർ എങ്ങനെയാണ്? അത് കുറച്ച് പേർക്കെങ്കിലും സത്യം അറിയാൻ ആഗ്രഹമുള്ളവർ, എന്താണ് ഇത് നടക്കുന്നതെന്ന് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? താങ്കളുടെ മൗനം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരു മന്ത്രിസ്ഥാനത്ത് ഒരു പദവിയിലിരിക്കുമ്പോൾ കുറച്ച് സത്യം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരോട് മിണ്ടാതിരിക്കുന്നത് ഒരു പ്രശ്നമല്ലേ? ഓക്കെ. അപ്പോൾ ഡോക്ടർ ജലീൽ, താങ്കൾ പറഞ്ഞു താങ്കൾക്ക് ഇത് സംബന്ധിച്ച് വിശദമായിട്ട് സംസാരിക്കാനുണ്ട്. ഞാൻ താങ്കളോട് ഈ ഒരു അഭിമുഖത്തിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ താങ്കൾ ഒരു തടസ്സവുമില്ലാതെ താങ്കൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ED താങ്കളിൽ നിന്ന് ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അതേ ദിവസം തന്നെ താങ്കൾ വിശദമായിട്ട് ഒരു എത്ര മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിട്ടുണ്ടാവും? ഞാനുമായിട്ട് സൗഹൃദമുള്ള, നമ്മൾ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൊടുക്കും എന്ന് വിശ്വാസമുള്ള ആളുകളോട് ഞാൻ ആ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. വിസ്തരിച്ച് ഇതുപോലെ ഇൻ്റർവ്യൂ വേണം എന്ന് പറഞ്ഞവർക്ക് ഇൻ്റർവ്യൂ കൊടുത്തു. മറ്റുള്ളവർ ചോദിച്ചില്ല, അതുകൊണ്ട് കൊടുത്തില്ല. മാധ്യമങ്ങളുമായിട്ടുള്ള താങ്കളുടെ സമവാക്യങ്ങൾ, ഇപ്പം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഒരു കാര്യം ചോദിച്ചു, ക്ഷിപ്രകോപികളും പെട്ടെന്ന് തന്നെ സ്വഭാവം മാറുന്നവരാണ്. താങ്കൾ ഈ പറഞ്ഞ പോലെ ഈ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പ്രവാഹം ആരംഭിച്ച ശേഷം താങ്കളുടെ ഇനി ഞാനൊരു മാധ്യമപ്രവർത്തകനാണെന്ന് വിചാരിച്ച് താങ്കളുടെ വാക്കുകൾക്ക് ഒരു മയം കൊടുക്കേണ്ട കാര്യമില്ല. സത്യസന്ധമായി താങ്കളുടെ മനസ്സിലുള്ളത് പറയുക. താങ്കൾക്ക് എന്താ അനുഭവപ്പെട്ടത്? ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഈ വിഷയത്തിൽ എൻ്റെ കാര്യത്തിൽ മാധ്യമങ്ങൾ സ്വീകരിച്ചത് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഞാനും ഒരു മനുഷ്യനാണ്. സ്വാഭാവികമായും എനിക്ക് എൻ്റേതായിട്ടുള്ള ചില വികാരവിചാരങ്ങൾ ഉണ്ടാകും. മാധ്യമപ്രവർത്തകർ ഏത് കാര്യത്തിനും ആ നിമിഷം മറുപടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സമീപിക്കുക, നമ്മൾ അവർ പറയുന്നത് പോലെ കേൾക്കുക, അങ്ങനെ ഒരു രീതി ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളും ഒരു മാധ്യമപ്രവർത്തകനാണ്. 10-30 വർഷം നിങ്ങളും മാധ്യമപ്രവർത്തന രംഗത്ത് നിൽക്കുന്നയാളാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉൾപ്പെടെ EMS, കരുണാകരൻ, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള നിരവധി പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളയാളാണ്. മാധ്യമപ്രവർത്തകർ നമ്മളെങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ വരികയും അവിടെ നമ്മളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. എന്തെങ്കിലും അവരോട് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ വിളിച്ചു പറയും. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് വന്ന ഒരു ആരോപണം, സ്വപ്ന സുരേഷിനെ ഞാൻ ഫോണിൽ കോണ്ടാക്ട് ചെയ്തു. അത് ബ്രേക്ക് ചെയ്തു എല്ലാ മാധ്യമങ്ങളും. അവരെന്നെ വിളിച്ച് ചോദിച്ചു, മറുപടി വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു മറുപടി ഉണ്ട്. 1 മണിക്കൂറിനുള്ളിൽ മാധ്യമപ്രവർത്തകരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി. അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം താങ്കൾ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറഞ്ഞു. അതിനുശേഷം പിന്നീട് കെട്ടുകഥകളുടെ പ്രവാഹമായിരുന്നു. പലപ്പോഴും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കേണ്ട എന്ന് തോന്നാറുള്ളത്, നമ്മൾ പറയുന്നത് തലയും വാലും മുറിച്ച് ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് ആ പ്രശ്നത്തെ അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ എങ്ങനെ കഴിയുമെന്നാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും മൗനം അവലംബിക്കലാണ് നല്ലത് എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. താങ്കളുടെ മനസ്സ് മടുത്തുപോയോ പലപ്പോഴും ഈ വാർത്തകൾ? എനിക്ക് തോന്നുന്നു ഡോക്ടർ ജലീലിനെ ഞങ്ങൾ കുരുക്കിൽ നിർത്തി തുടങ്ങിയിട്ട് കുറേ കാലമായി. ചില പത്രങ്ങളിലെയും ടെലിവിഷൻ്റെയൊക്കെ തലവാചകം കേൾക്കുമ്പോൾ ഡോക്ടർ ജലീലിന് കുരുക്ക് മുറുകി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു കയറിട്ടായിരുന്നു ഈ കുരുക്ക് അവർ മുറുക്കിയിരുന്നത് എങ്കിൽ 1000 തവണയെങ്കിലും ഞാനിപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ശ്വാസം കിട്ടാതെ പടത്തി കിടപ്പുണ്ട്. ശ്വാസം മുട്ടാതെ എത്രയോ ദിവസങ്ങളും ആഴ്ചകളും ഞാൻ പടഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇത് മുറുകില്ല ഇത്. കാരണം അവർ പറയുന്നതിൽ ഒരു സത്യവുമില്ല. അത്ര ആത്മവിശ്വാസത്തോടു കൂടി എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഒരു മുടിനാരിഴയുടെ പങ്കെങ്കിലും എനിക്ക് ഇതിലുണ്ട് എന്ന് തെളിയിച്ചാൽ ഞാൻ ആ നിമിഷം
എൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കും. ഒരു ദൃഢനിശ്ചയമോടുള്ള തീർച്ചയായിട്ടും 101%. ഈ വാർത്തകളൊക്കെ താങ്കൾ രാവിലെ കാണുമ്പോൾ അല്ല ടെലിവിഷനിൽ കാണുമ്പോൾ എന്താ താങ്കളുടെ ഒരു മനോവിചാരവും മനോവികാരവും? എനിക്ക് സത്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വികാരവും തോന്നാറില്ല. കാരണം ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പതിവ് കാഴ്ചയും രീതിയുമായി മാറിക്കഴിഞ്ഞു. തഴമ്പ് വന്നോ? തഴമ്പ് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്ക് ഒരു കാര്യത്തിലുള്ള ഉറപ്പ്, എന്നെ അറിയുന്ന ജനങ്ങൾ, എൻ്റെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ, ഞാനുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ആളുകൾ, അവരൊരിക്കലും ഇത് വിശ്വസിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു സ്വർണ്ണക്കള്ളക്കടത്തിന് ഞാൻ കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനുമായി ഒരിക്കലെങ്കിലും ബന്ധപ്പെട്ട ഒരാൾക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല. പണത്തോട് ആർത്തിയുള്ളവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എനിക്കറിയില്ല അത് ആരമാണെന്ന്, പക്ഷേ ഫേസ്ബുക്കിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. കാണിച്ചു തരാൻ വേണ്ടി ഈ കാര്യത്തില് ആവശ്യമില്ലാത്ത പരാതികൾ കൊടുത്ത് ഈ ലീഗുകാര് അവരൊരു മതത്തിന്റെ പാർട്ടായിട്ട് നിൽക്കുകയാണല്ലോ. ആ പാർട്ടിൽ നിൽക്കുമ്പോ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണത്? ആ മതത്തോട് ചെയ്യുന്ന തന്നെ ദ്രോഹമല്ലേ? നിങ്ങൾ ആ മതത്തിന്റെ പേരിലല്ലേ നിൽക്കുന്നത്? ഇത് തന്നെയാ BJP-യോടും ചോദിക്കാനുള്ളത്, ഇത് തന്നെയാ ലീഗിനോടും ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മതത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന പാർട്ടികൾ? ഞാനൊരു ഹിന്ദുവാ, അപ്പം എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, മുസ്ലിം മതത്തിലുണ്ട്, ക്രിസ്ത്യൻ മതത്തിലുണ്ട്, എല്ലാ മതത്തിലുള്ള ആൾക്കാരുണ്ട്, മതം ഇല്ലാത്തവരുണ്ട്, എല്ലാവരും ഉണ്ട്, ഈശ്വരനിൽ വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ടെന്നേ. എന്തിനാണ് ഇപ്പൊ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. എന്നിട്ട് എന്താ, പരാതി കൊടുത്തു, മന്ത്രി അവിടെ പോയി. മന്ത്രി ഈ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം എന്താണ് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, പരാതി ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ച് ചെയ്യണം എന്നുള്ള രീതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അടുത്തും പ്രധാനമന്ത്രി അടുത്തൊക്കെ പരാതി കൊടുത്തിരുന്നു. ഈ പാവപ്പെട്ട ഈ മനുഷ്യൻ ഈ ഹോളി ബുക്ക് പാവങ്ങൾക്ക് കൊടുക്കുന്നതാണോ കുഴപ്പം? സത്യം പറഞ്ഞ ആ മനുഷ്യനെ ഞാൻ തൊഴുകയാണ്. അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തതിൽ തൊഴുകയാണ്. ഇദ്ദേഹത്തിന് അറിയോ താങ്കൾക്ക്? എനിക്കറിയില്ല. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഭിപ്രായ പ്രകടനം ഞാനും കണ്ടു. അദ്ദേഹം ആരാണെന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ നടത്തിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് കമൻറ്റ് അതും പല രീതിയിലും വ്യാഖ്യാനിക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തു. നോക്കുക, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് കല്ല് വെച്ച നുണകളും കെട്ടുകഥകളും യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ഓരോ ദിവസം വിളമ്പുന്നവരോട് കാര്യങ്ങളുടെ നിജസ്ഥിതി വെളിപ്പെടുത്താൻ എനിക്ക് മനസ്സില്ല. അങ്ങനെ എനിക്ക് തോന്നിയത്, അങ്ങനെ പറയാൻ എനിക്ക് തോന്നിയത് ആ സമയത്ത് എനിക്കതിന് മനസ്സില്ല എന്ന് തന്നെയാണ്. കാരണം അത്രക്കായിരുന്നു പല മാധ്യമപ്രവർത്തകരുടെയും വീട്ടിലേക്കുള്ള വരവും. അവർ ഞാൻ എൻ്റെ വീട്ടിലുണ്ടോ എന്ന് നോക്കി വീട്ടിൻ്റെ പുറത്ത് ക്യാമറയും വെച്ച് വീടിൻ്റെ ചിത്രങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളെ സമ്മർദ്ദത്തിലാക്കി നമ്മളെ കൊണ്ട് അഭിപ്രായം പറയിപ്പിക്കുക. അവിടെയാണ് നിങ്ങൾ മനസ്സില്ല എന്ന് പറയുന്നത്. ആ ഒരു ഘട്ടത്തിൽ അവിടെ തന്നെ നിങ്ങൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, മറച്ചു വെക്കേണ്ടത് മറച്ചു വെച്ചും പറയേണ്ടത് പറഞ്ഞും ആണ് എല്ലാ ധർമ്മയുദ്ധങ്ങളും ചെയ്യുന്നത്. കാണിച്ചു തരാൻ വേണ്ടി ആ വാചകങ്ങൾ കൂടി പറഞ്ഞു. ഇത് ഏത് മുഹൂർത്തത്തിലാണ് താങ്കൾ ഇതെഴുതാൻ താങ്കൾക്ക് തോന്നിയത്? മറച്ചു വെക്കേണ്ടത് മറച്ചു വെച്ചും പറയേണ്ടത് പറയേണ്ടവരോട് പറഞ്ഞുമാണ് എല്ലാ ധർമ്മയുദ്ധങ്ങളും വിജയിച്ചിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞത് മറ്റൊന്നും ഉദ്ദേശിച്ചല്ല. EDയുടെ അടുത്ത് നിന്ന് ഞാൻ വരുന്ന വഴിക്ക് എന്നെ ഒരു മാധ്യമപ്രവർത്തകൻ വിളിച്ചിരുന്നു. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ED തന്നെ കോൺഫിഡൻഷ്യലാക്കി വെച്ചൊരു കാര്യം നമ്മളായിട്ട് പുറത്ത് പറയരുത് എന്ന നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചോദ്യം ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ 6 മണിയാകുമ്പോഴേക്ക് ഡൽഹിയിൽ നിന്ന് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയറക്ടർ തന്നെ ഇദ്ദേഹത്തെ വിളിപ്പിച്ചിരുന്നു, ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അത് സ്ഥിരീകരിച്ചു. ആ സ്ഥിരീകരിച്ചതിന് ശേഷം ഞാൻ എന്നെ വിളിച്ച മാധ്യമപ്രവർത്തകരോട് ആ കാര്യങ്ങൾ ശരിവെക്കുകയാണല്ലോ ചെയ്തത്. അങ്ങനെ അതൊരു ലൈ ആയിരുന്നു, ഹാംഫുൾ ആയിട്ടുള്ളൊരു ലൈ അല്ല അത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ സാങ്ക്ടിറ്റി കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അവരത് പറയാത്തിടത്തോളം കാലം ഞാൻ എന്തിനത് പറയണം? അവർ സ്ഥിരീകരിച്ചതിന് ശേഷം ഞാൻ ആ കളവ് ആവർത്തിച്ചോ? ജലീൽ അഭിമുഖം കൊടുത്ത ഒരാൾ ഞാൻ കൊണ്ടുവരാം. ഷാഹിന ഒരു ടെലിവിഷൻ പ്രവർത്തകയായിരുന്നു.
ഇപ്പോൾ മറ്റു മേഖലയിലാണ്. വലിയ ചർച്ചയായി വന്നപ്പോൾ തന്നെ മറ്റെല്ലാവരെയും പോലെ ഞാനും മന്ത്രി KT ജലീലിനെ വിളിച്ചു. പക്ഷെ അന്ന് അദ്ദേഹം ഫോൺ എടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ വീണ്ടും വിളിച്ചു. അപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തു, എന്നോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനത് വാർത്തയാക്കുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ, അത് മന്ത്രി ആയിക്കോട്ടെ മറ്റാരായിക്കോട്ടെ, ഒരു ആരോപണം ഉണ്ടായാൽ ആ ആരോപണ വിധേയനായ വ്യക്തിയുടെ കൂടി അയാൾക്ക് കൂടി പറയാനുള്ളത് എന്താണ് എന്നുകൂടി ചേർത്ത് കൊണ്ട് വാർത്ത കൊടുക്കുന്നതാണ് ഞാൻ ശീലിച്ചിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തന രീതി എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് കള്ളം പറഞ്ഞു എന്ന് പത്രപ്രവർത്തകർ പറയുന്നത് ഒരു ആരോപണമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആളുകൾ മാധ്യമങ്ങളെ വിശ്വസിക്കുന്നില്ല എങ്കിൽ അതിന് ജനങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം വളരെ ആസൂത്രിതം എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള വളരെ വൺ സൈഡഡ് ആയിട്ടുള്ള രീതിയിൽ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുക, വളരെ അറ്റാക്കിംഗ് ആയിട്ടുള്ള രീതിയിൽ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുക. അത് ആർക്കെതിരെ ആകട്ടെ, അതിനകത്ത് ഉൾപ്പെടുന്ന വ്യക്തി Xോ Yയോ ആകട്ടെ, അത് അടിസ്ഥാനപരമായി മാധ്യമപ്രവർത്തനമല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അടിസ്ഥാനപരമായിട്ട് പലരും ചെയ്യുന്നത് മാധ്യമപ്രവർത്തനമല്ല എന്നാണ് മാധ്യമപ്രവർത്തകയായിട്ടുള്ള ഷാഹിന പറഞ്ഞത്. അപ്പോൾ താങ്കൾക്ക് കുരുക്കും മുറുകി തുടങ്ങിയിട്ട് എത്രയോ ദിവസങ്ങളായി, മുറുകി. ഇതിനിടയിൽ പക്ഷേ ഇത് അയച്ചതായിട്ട് കേട്ടിട്ടില്ല. അയച്ചാൽ മാത്രമേ താങ്കൾ ജീവിച്ചിരിക്കുകയുള്ളൂ. പക്ഷേ രാവിലെ മുറുക്കും, ഉച്ചയാകുമ്പോഴേക്ക് കുറച്ചയക്കും. അതെ, അയക്കും. വൈകുന്നേരം ആകുമ്പോഴേക്ക് വീണ്ടും മുറുക്കും. രാത്രി ഒരു 10 മണിയാകുമ്പോഴേക്ക് വീണ്ടും. ഉറങ്ങാൻ ഇനി ഒരു ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ള നിലക്കായിരിക്കണം കുറച്ച് ശ്വാസം എടുത്തോട്ടെ ജലീൽ എന്ന് വിചാരിച്ചിട്ടാകും അവരൊന്ന് അയച്ചു വിടും. ശ്വാസകോശത്തിൽ കുറച്ച് ഓക്സിജൻ നിറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും കുരുക്കും. അതെ, വീണ്ടും കുരുക്കും. എനിക്ക് സത്യത്തിൽ ഈ കുരുക്ക് മുറുക്കുന്നു അല്ലെങ്കിൽ മുറുകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ചിരിയാണ് വരാറുള്ളത്. ഇവരെല്ലാവരുടെ കാര്യത്തിലും ഈ ഒരു വാക്കാണല്ലോ ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ ഒരു നിരർത്ഥകത ആലോചിച്ചിട്ടാണ് ഞാൻ പലപ്പോഴും ചിരിക്കാറ്. നമുക്ക് മാധ്യമപ്രവർത്തകരെ വല്ലാതെ ഭയപ്പെടേണ്ടി വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഒരുപാട് നമുക്ക് മറച്ചു വെക്കാനുണ്ട് എന്ന് കരുതുമ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകരെ എപ്പോഴും അവരെ ഒരു ഭക്തിയോടുകൂടി കാണും. അവരാണ് രാജാക്കന്മാർ. സത്യത്തിൽ ജനാധിപത്യത്തിൽ രാജാക്കന്മാരെന്ന് പറയുന്നത് ജനങ്ങളാണ്. പ്രജകളാണ് രാജാക്കന്മാർ. ആ ജനങ്ങളെയാണ് നമ്മൾ ഭയപ്പെടേണ്ടതും അവരുടെ മനോഗതത്തെയാണ് എന്താണ് എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. നിങ്ങൾ മാധ്യമങ്ങളെ നിങ്ങളുടെ ഒരു യജമാനന്മാരായിട്ട് കാണുന്നില്ലെന്നാണ് ജലീൽ പറഞ്ഞതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ യജമാനന്മാരായിട്ട് മാധ്യമങ്ങളെയോ മാധ്യമ പ്രവർത്തകരെയോ കാണുന്നില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എനിക്ക് മറച്ചു വെക്കാൻ ഒന്നുമില്ല. ഇവരെന്തന്വേഷണം അവരുടെ നിലയിൽ നടത്തിയാലും എനിക്കൊരു പ്രശ്നവുമില്ല. എന്തെങ്കിലും കള്ളത്തരം ഇതിലല്ല മറ്റേതെങ്കിലും കാര്യത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് ഭയപ്പെടേണ്ടതുള്ളൂ. മാധ്യമങ്ങളെ ഇങ്ങനെ വെല്ലുവിളിക്കാൻ പലരും ധൈര്യം കാണിക്കില്ല, പേടിച്ചിട്ട്. കാരണം നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, ഭരണപരമായി നമ്മൾ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇവർ പുറത്തു കൊണ്ടുവരുമോ എന്ന ഭയം പലരെയും മാധ്യമപ്രവർത്തകരെ പൂജിക്കുന്നതിന് ഹേതുവായേക്കാം. ജലീൽ പറയുന്നു, അതായത് ഞാൻ ഈ പല വാർത്തകളും ഒരു എന്താ പറയുക, ഒരു ചിരിയോടെയാണ് പലപ്പോഴും കാണുന്നതെന്ന് പറയുമ്പോൾ പോലും ഞാനിപ്പോൾ ഒരു ന്യൂട്രൽ എൻറ്റിറ്റി നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. പക്ഷേ അതൊക്കെ താങ്കളുടെ മനസ്സിൽ പലപ്പോഴും കൈപ്പേറിയ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാവും. എനിക്ക് സൃഷ്ടിച്ചിട്ടില്ല, പക്ഷേ എനിക്കത് പ്രയാസമുണ്ടാക്കുന്നത് എൻ്റെ പിതാവ് ഇത് കണ്ട് വല്ലാതെ അസ്വസ്ഥനാകാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മക്കൾ പ്രയാസവും ബുദ്ധിമുട്ടും പറയാറുണ്ട്. ഒന്ന് പോസി ഒരു പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ താങ്കളോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ഒരാൾ വരുന്നുണ്ട്. നമസ്കാരം സാർ. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ചോദ്യം, ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ആക്രമണം, അതായത് സോഷ്യൽ മീഡിയയാവട്ടെ മാധ്യമങ്ങളാവട്ടെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് സാറിനെതിരെ നടത്തുന്ന ഈ ഒരു ആക്രമണം എന്ന് തന്നെ പറയാം, വാക്കുകൾ കൊണ്ടും പല രീതിയിലും, ഈ ഒരു അവസ്ഥ എങ്ങനെ മറികടക്കുമെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് സാർ പറയും, ഒരു രാഷ്ട്രീയക്കാരനാകുമ്പോൾ നമ്മളിതെല്ലാം കാണാനും കേൾക്കാനും വിധിക്കപ്പെട്ടവരാണ്, നമ്മളത് ഉത്തരം പറഞ്ഞേ പറ്റൂ എന്നാണ് സാറ് പറയുക. പക്ഷേ അതിനും അപ്പുറത്തേക്ക്, രാഷ്ട്രീയക്കാരൻ എന്നതിനും അപ്പുറത്ത്
ഒരു ഫാമിലി മാൻ, ഒരു കുടുംബനാഥനും കൂടിയാണ്. അപ്പോൾ വീട്ടിൽ ഭാര്യയും മക്കളും കുടുംബങ്ങളുമൊക്കെ ഇതെങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? എന്തായിരിക്കും സാർ അവരോടൊക്കെ പറയേണ്ടി വരുന്ന ഉത്തരം? എങ്ങനെയായിരിക്കും അവരെ സമാധാനപ്പെടുത്തുന്നത്? ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു സാധാരണ മനുഷ്യനായി സാറ് ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? അതാണ് എനിക്കറിയാനുള്ളത്. ജലീൽ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജലീലിൻ്റെ മനസ്സിലുള്ള വികാര വിക്ഷോഭങ്ങൾ ഉൾക്കൊള്ളുന്ന പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഭാഗ്യലക്ഷ്മിയുടെ ചോദ്യം. തീർച്ചയായിട്ടും. അപ്പോൾ താങ്കളുടെ മനസ്സിലുള്ള ഏറ്റവും വിഷമം താങ്കളുടെ ഉപ്പ, താങ്കളുടെ കുടുംബാംഗങ്ങൾ, ഇവർക്കൊക്കെ ഉണ്ടാകുന്ന വിമ്മിഷ്ടവും വീർപ്പുമുട്ടലാണ്. എൻ്റെ പിതാവ് ഇത്തരം കാര്യങ്ങളിലൊക്കെ, എല്ലാ കാര്യങ്ങളിലും എന്നോട് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ ഉപ്പ പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ: നീ അന്യായമായിട്ടുള്ളത് ആരാൻ്റെ മുതൽ ഈ ഭക്ഷിക്കരുത്, എൻ്റെ കുട്ടികൾക്ക് തിന്നാൻ ഈ കൊടുക്കരുത്. ഈ ഒരു ഉപദേശമാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ പിതാവ് എനിക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് എന്ത് ആക്ഷേപങ്ങൾ കേൾക്കുമ്പോഴും വല്ലാത്ത ആധിയും വേവലാതിയുമാണ്. ഒരു ദിവസം ചുരുങ്ങിയത് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയതിന് ശേഷം 5-6 പ്രാവശ്യമെങ്കിലും വിളിക്കും. എന്നെ വിളിക്കും, പിന്നെ എൻ്റെ ഗൺമാനെ വിളിക്കും, പിന്നെ ഡ്രൈവറെ വിളിക്കും. എന്താണ് പ്രശ്നം, വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കും. അപ്പം ഞാനിപ്പാനോട് പറയാറുള്ളത്: ഉപ്പ, ഞാൻ നിങ്ങളുടെ മകനാണ്. നിങ്ങളുടെ മകൻ അന്യായമായി അവിഹിതമായി ഒന്നും ചെയ്യില്ല. 10 പൈസ ആരാൻ്റെത് ഞാൻ സ്വന്തമാക്കൂല. അങ്ങനെ ഒരു പരാതി എന്നെക്കുറിച്ച് നിങ്ങൾ കേൾക്കൂല. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളി എന്ന് ഞാൻ എൻ്റെ ഉപ്പാനോട് പറയും. ഉമ്മാനോട് ഞാൻ അതന്നെയാണ് പറയാറുള്ളത്. പക്ഷേ അദ്ദേഹം രാവിലെ പത്രം നിവർത്തുകയും ടെലിവിഷനിലേക്ക് കണ്ണുതൊടുകയും ചെയ്യുമ്പോൾ ദാവൂദ് ഇബ്രാഹിമിന് പോലും ഇല്ലാത്ത ഒരു ഇമേജ് താങ്കളുടെ മുകളിൽ അടിച്ച് കയറ്റപ്പെടുകയാണ്. തീർച്ചയായിട്ടും. പക്ഷേ എന്നെ അറിയുന്ന എൻ്റെ നാട്ടിലുള്ള ആളുകൾ ആരും ഇതൊന്നും വിശ്വസിക്കില്ല. താങ്കളുടെ ഭാര്യയും മക്കൾ എന്ത് പറഞ്ഞു? ഭാര്യയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഭാര്യ നിങ്ങളെപ്പോലെ തന്നെ ചിരിക്കുകയാണോ ചെയ്യുന്നത്? ഭാര്യയ്ക്ക് അങ്ങനെ ഒരു ആശങ്കയൊന്നും എന്നോട് ഭാര്യ പ്രകടിപ്പിക്കാറില്ല. ഇപ്പം പിന്നെ ഈ കൊറോണ ആയതുകൊണ്ട് സ്കൂളിലൊന്നും പോകുന്നുണ്ടാവില്ല. അല്ല, അവൾ പ്രിൻസിപ്പൽ ആയതുകൊണ്ട് പോകണം. അപ്പം മറ്റുള്ള ആൾക്കാർ പറയുന്നതൊക്കെ വേണം ശേഖരിച്ച് കൊണ്ടുവരാനുള്ള ഇതുണ്ടാവും. അങ്ങനെ ഭാര്യ ഈ കാര്യത്തിൽ എപ്പോഴും ആശ്വസിപ്പിച്ച് നമ്മളുടെ കൂടെ നമ്മളുടെ ഒരു വലിയ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുകയാണ് ചെയ്യാറ്. കാരണം നമ്മളിതൊന്നും ചെയ്യില്ല എന്ന് അവർക്കൊക്കെ അറിയാം. നമ്മുടെ എല്ലാം കുടുംബത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശകർ നമ്മുടെ മക്കളായിരിക്കും. എനിക്കൊന്നും ജലീലിൻ്റെ കുടുംബത്തിലും മക്കളും മകനൊക്കെ ആയിരിക്കും ഏറ്റവും വലിയ വിമർശകർ. തീർച്ചയായിട്ടും അത് ശരിയാണ്, വളരെ ശരിയാണ്. എൻ്റെ മൂത്ത മകള്, അതുപോലെ തന്നെ മകന്, ചെറിയ മകള്, അവരൊക്കെ വിമർശിക്കാറുണ്ട് എന്നെ. ചില കാര്യങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ അവരോടൊക്കെ ഇപ്പം ഞാൻ പറയാറുള്ളത്: നിങ്ങളുടെ വിമർശനം ഞാൻ ചെവിക്കൊള്ളുന്നു, പക്ഷേ ഞാൻ ചെയ്ത ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു കാരണം ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് പത്രപ്രവർത്തകരോട് എന്തിനാണ് കളവ് പറഞ്ഞത്? ആ കളവ് ഞാൻ പറയാൻ ബാധ്യസ്ഥനായിരുന്നു ആ സമയത്ത്. ഞാൻ ആ കളവ് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ. താങ്കൾ ആരോടാണ് കളവ് പറഞ്ഞതെന്ന് അറിയോ? ആരോടാണ്? മാധ്യമപ്രവർത്തകരോടാണ്. യെസ്. എന്നെക്കുറിച്ച് ഓരോ ദിവസവും നിരവധി നുണകളും കള്ളക്കഥകളും അപവാദങ്ങളും പ്രചരിപ്പിക്കുന്ന ആളുകളോട് ഞാനൊരു കളവ് പറഞ്ഞു എന്നുള്ളത് ഒരു മഹാപരാധമായിട്ട് അവർ കാണുന്നു എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കളവിനെ അവർ അത്രമാത്രം ഈർഷ്യത്തിൽ കാണുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഈ ഒരു മനോഭാവം അവരുടെ വാർത്തകളുടെ എഴുത്തിലും പ്രചാരണത്തിലും അവർ പുലർത്തിയിരുന്നു എങ്കിൽ എത്രയോ നിരപരാധികളായ മനുഷ്യർക്ക് എത്ര സമാശ്വാസം ഉണ്ടാകുമായിരുന്നു. എത്ര നിരപരാധികളായിട്ടുള്ള മനുഷ്യരുടെ ജീവിതം തകർത്തിട്ടുണ്ട് പല മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും. ഇപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഡോക്ടർ ജലീൽ പറഞ്ഞല്ലോ, അതായത് ഒരു ഈച്ച പറന്നാൽ അറിയുമെന്ന് അഹങ്കരിക്കുന്ന ആൾക്കാർ, ഞാനിങ്ങനെ അവരുടെ തലക്കേറ്റ പ്രഹരത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞപ്പോൾ ഒരു മധുരമായിട്ടുള്ളൊരു പകവീട്ടിൽ അവിടെ നടന്നു എന്നൊരു സംശയം. അങ്ങനെയല്ല, നമ്മൾ
മനുഷ്യരാണ്. എപ്പോഴും നമ്മളൊരു ചെറുപ്പത്തിന്റെ ഒരു ചെറുപ്പം പോയാലും ചെറുപ്പത്തിന്റെ ചില ചെറുപ്പമൊന്നും പോയിട്ടില്ല, ശേഷിപ്പുകൾ. ചെറുപ്പമാണ്, എന്നേക്കാളും ചെറുപ്പമാണ്. കോളേജ് യൂണിയൻ ഇലക്ഷന്റെ തലേ ദിവസം നമ്മളുടെ പാനലിൽപ്പെട്ട ഒരാൾ തോൽക്കും എന്ന് വരുമ്പോൾ അയാളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു പരിശ്രമമുണ്ട്. അതൊരു രസകരമായിട്ടുള്ള ഒരു പരിശ്രമമാണ്. എന്നതുപോലെ മാധ്യമപ്രവർത്തകരറിയാതെയും ഇവിടെ ചില കാര്യങ്ങൾ നടക്കും എന്ന് അവരെ ബോധ്യപ്പെടുത്തുക മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. അതൊരു കുസൃതിയായിരുന്നു കൂടുതലുണ്ടായിരുന്നത്, തീർച്ചയായിട്ടും. അല്ലാതെ ഒരു വെല്ലുവിളിയല്ല. അല്ല 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 ഇങ്ങനെയും നടക്കും, ഇങ്ങനെയും നടക്കുന്നുണ്ട്, ഇവിടെ നടക്കുന്നുണ്ട്. പല ആളുകളും ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ. ഇഡിയിൽ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് പല ആളുകളും വന്നു പോയിട്ടുണ്ട് അവിടെ, കാരണം വിവരശേഖരണത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല, അത് ഒരാളും അതറിഞ്ഞിട്ടില്ല, ഒരു മാധ്യമവും അതറിഞ്ഞിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് ഞാൻ അവിടെ പോയി മൊഴി കൊടുത്തത്, ഞാനായിട്ട് പുറത്ത് പറയണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. ഈ ഒരു സംഭവ പരമ്പരകളൊക്കെ ബാപ്പയ്ക്ക് ഉപ്പയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള മാനസിക സമ്മർദ്ദം നമുക്ക് മനസ്സിലായി. ഭാര്യ കുറച്ചും കൂടി താങ്കളോട് താങ്കളുടെ ഒരു മനസ്സ് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുട്ടികളുടെ ഒരു അവസ്ഥ എന്താണ്? കുട്ടികൾക്ക് അറിയാം നമ്മൾ അങ്ങനെയൊന്നും ഒരു തെറ്റ് എന്നാൽ ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഉണ്ടാകുന്ന അവരുടെ വികാരം എന്താണ്? ഒന്നാമത്തത്, ഇതൊരു സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണല്ലോ. എൻ്റെ വീട്ടിൽ സത്യത്തിൽ ആരും സ്വർണ്ണം ഉപയോഗിക്കാറില്ല. എൻ്റെ 2 പെൺമക്കളും സ്വർണ്ണമേ ഉപയോഗിക്കാറില്ല. എൻ്റെ മൂത്ത മകളുടെ വിവാഹം നടന്ന സമയത്ത് പുതിയാപ്പള മഹറായിട്ട് മകൾക്ക് കൊടുത്തത് വിശുദ്ധ ഖുർആൻ്റെ ഒരു കോപ്പിയാണ്. ഖുർആനാണ് കൊടുത്തത്, വിശുദ്ധ ഖുർആൻ്റെ ഒരു കോപ്പിയാണ്. സന്ദർഭവശാൽ വളരെ പ്രസക്തിയുള്ളൊരു കാര്യമാണത്. ആകെ അവളുടെ വിവാഹത്തിന് പൊന്നും അവളുടെ വിവാഹത്തിന് എനിക്ക് ചെലവായത് അവൾക്ക് ആഭരണങ്ങൾ വാങ്ങാൻ 6000 രൂപയാണ്. അവളിപ്പോൾ സിലിക്കൺ വാലിയിൽ ഇന്റൽ എന്ന് പറയുന്ന കമ്പനിയിൽ റിസർച്ച് സയന്റിസ്റ്റ് ആയിട്ട് ജോലി. അല്ല, 6000 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ അത് സ്വർണ്ണമായിരിക്കില്ലല്ലോ. അല്ല, മുത്തുമാലകളാണ്. മുത്തുമാലകൾ അവൾക്ക് ആഭരണമായിട്ട് വാങ്ങാൻ നമ്മുടെ നാട്ടുനടപ്പ് 6000 രൂപ. കുറച്ച് ഏതാനും പവനൊന്നും ഇല്ലാതെ ഒരു കല്യാണം നടക്കുന്നതിനെ കുറിച്ച് ആർക്ക് സങ്കല്പിക്കാം? എൻ്റെ വീട്ടില് ഒരു തരി സ്വർണം പോലും ഇല്ല. ഭാര്യയും സ്വർണ്ണം ഉപയോഗിക്കാറില്ല. നേരത്തെ ഒരു 30 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റു ഞങ്ങളുടെ വീടിൻ്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഈ സ്വർണ്ണത്തോട് താങ്കളുടെ കുടുംബത്തിനുണ്ടായിട്ടുള്ള അലർജിയുടെ കാരണം എന്താണ്? എന്താ കാരണം? എൻ്റെ ഭാര്യക്കാണത് കൂടുതലായിട്ടുള്ളത്. സ്വർണം അവൾ ഉപയോഗിക്കാറില്ല പൊതുവെ. അപ്പോൾ ആ ഒരു രീതി കണ്ട് വളർന്നത് കൊണ്ടാവണം എൻ്റെ 2 പെൺകുട്ടികളും സ്വർണം തീരെ ഉപയോഗിക്കാറില്ല. എന്തൊരു പ്രസക്തിയുള്ള വാക്കുകളാണ്. ഒന്ന്, താങ്കളിപ്പോൾ വന്നുപെട്ടിരിക്കുന്ന വിവാദം എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടത്തുമായി അതെ. ഒരു തരി സ്വർണം പോലും വീട്ടിലില്ല. മകളുടെ വിവാഹത്തിന് മഹറായി കിട്ടിയത് ഖുർആന്. കോണ്ടക്ച്വലി എന്ത് പ്രസക്തിയുള്ള 2 കാര്യങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ ഒത്തുവന്നാണ് ഞാൻ അത്ഭുതം. അതുകൊണ്ടല്ലേ ഈ കുതൂഹലങ്ങളൊക്കെ ഉണ്ടായിട്ടും എനിക്കൊരു ചാഞ്ചാട്ടമോ കുതൂഹലങ്ങൾ ഉണ്ടായിട്ടും ഒരു ചാഞ്ചാട്ടമോ ചാഞ്ചല്യമോ അല്ലെങ്കിൽ ഒരു ഭയപ്പാടോ ഇല്ലാത്തത്. 101% നമ്മളുടെ കൈകൾ ശുദ്ധമാണ്. എല്ലാം അനുവദനീയമാകുന്ന കാലമാണല്ലോ മുസ്ലിം ലീഗിലെ കാലം. ലീഗിൽ ഇന്ന് വരെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് ഒരാളെ പുറത്താക്കിയിട്ടില്ല. ഒരാളെ പറ്റിച്ചു, വഞ്ചിച്ചു, കൈക്കൂലി വാങ്ങി. താങ്കൾക്കെതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എപ്പോഴും തോന്നിയൊരു കാര്യമാണ്, KT ജലീലിനോട് ഈ മുസ്ലിം ലീഗിനും ജമാഅത്ത് ഇസ്ലാമിക്കും, അതായത് വെൽഫെയർ പാർട്ടിക്കൊക്കെ ഇത്രത്തോളം വിരോധം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ലീഗിലുള്ള കാലം എന്ന് പറയുന്നത് എല്ലാം അനുവദനീയമായ കാലമാണ്. അതൊന്ന് വിസ്തീരിക്കാവോ? എല്ലാ അനുവദനീയമായ കാര്യം എന്ന് പറയുമ്പോൾ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിലും മുസ്ലിം ലീഗിൽ നിന്ന് ഇതുവരെ ഒരാളും പുറത്താക്കപ്പെട്ടിട്ടില്ല. ഒരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് ഒരാൾ പുറത്താക്കപ്പെട്ടിട്ടില്ല. ഒരു അധാർമിക പ്രവൃത്തി ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ഒരാൾ പുറത്താക്കപ്പെട്ടിട്ടില്ല. സാമ്പത്തിക തട്ടിപ്പും അതുപോലെ തന്നെ അഴിമതി, ഇതൊക്കെ ലീഗിൽ അനിവാര്യമായിട്ടുള്ള ചില ഘടകങ്ങളാണ്, ക്വാളിറ്റിയാണ്. ഇപ്പോൾ കള്ളക്കടത്താണല്ലോ, അപ്പോൾ അതും അവിടെ ബാധകമാണെന്നാണ് പറഞ്ഞു വരുന്നത്. മുസ്ലിം ലീഗിൻ്റെ പല ആളുകളും എത്ര ആളുകളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതൃനിരയിലിരിക്കുന്ന ആളുകൾ എത്രയോ പാവപ്പെട്ട ആളുകളുടെ, നമ്മളുടെ ഗൾഫ് മലയാളികളുടെ പണം അവർ പിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ബിസിനസ് നടത്തും. ബിസിനസ് അവസാനം പൊളിഞ്ഞു എന്ന് പറയും. ഈ സാധുക്കൾക്ക് ഷെയർ എമൗണ്ട് കിട്ടുകയുമില്ല. ജീവിതത്തിലെ സമ്പാദ്യം തന്നെ അങ്ങനെ നഷ്ടപ്പെട്ട എത്രയോ മനുഷ്യരുണ്ട്.
MC കമറുദ്ദീൻ അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ്. ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഇപ്പോൾ വലിയ പ്രക്ഷോഭകന്മാരായിട്ടൊക്കെ വന്നിട്ടുള്ള വിപ്ലവകാരികളുണ്ടല്ലോ, അവരെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. പറമ്പ് കച്ചവടം നടത്തിയിട്ട് 1 കോടി രൂപ ഒരാളെ പറ്റിച്ച് കേസിനെ അഭിമുഖീകരിക്കുന്ന ആളുകൾ. ആരെയാ താങ്കൾ ഉദ്ദേശിച്ചത്? അത് ഞാൻ വ്യക്തിപരമായിട്ട് ആളുകളുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അത് പറയും. ഇന്ന് സമരത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും സമരത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നവർ ഒരു സ്വത്ത് കൂട്ട് ഷെയർ ഹോൾഡേഴ്സായിട്ട് എടുക്കുന്നു, എന്നിട്ട് എൻ്റെ പേരിൽ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നു. മറ്റ് 2 പേരോടും പറയുന്നു അതിനി എൻ്റേതാണ്. 1 വർഷം കഴിഞ്ഞതിന് ശേഷം നല്ല വിലക്ക് അത് മറിച്ച് വിൽക്കേണ്ടി വരുന്നൊരു ഘട്ടത്തിൽ അവർക്കതിൻ്റെ ഷെയറൊന്നുമില്ല. അവിടെ ഞാൻ വീട് കയറ്റുകയാണ്. അപ്പം നിങ്ങൾ ഈ ലീഗിൽ നിന്ന് പുറത്തേക്കുള്ള നിങ്ങളുടെ വഴി ഒരുങ്ങിയതിന് കാരണം നിങ്ങൾ അതിൽ ഇണങ്ങാൻ പറ്റുന്ന സ്വഭാവം താങ്കൾക്ക് ഉണ്ടാകായിരുന്നുകൊണ്ടാണോ? ഒരു വേള ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു ക്വാളിഫിക്കേഷൻ അണികളെ പറ്റിക്കുക എന്നുള്ളതാണ്. ഞാൻ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളോട്, ഇതെല്ലാവരും കേൾക്കുന്നതാണല്ലോ, ചോദിക്കുകയാണ്, തങ്ങളെ ഈ കള്ളക്കടത്തിൽ എനിക്ക് പങ്കുണ്ട് എന്ന് മുസ്ലിം ലീഗും മുസ്ലിം ലീഗിൻ്റെ യുവജന സംഘടനയും പറയുന്നു. അങ്ങ് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയോ, ലീഗിൽ ഞാൻ ഭാരവാഹിത്വം കൈകാര്യം ചെയ്തിരുന്ന കാലത്ത് ഒരു സാമ്പത്തിക ആരോപണം, 10 പൈസ ഒരാളിൽ നിന്ന് ഞാൻ പിരിച്ചു, കണക്ക് കാണിച്ചില്ല എന്നുള്ളതിൻ്റെ പരാതി എൻ്റെ സഹപ്രവർത്തകരാരെങ്കിലും, ഏതെങ്കിലും ഒരു ലീഗ് പ്രവർത്തകൻ തങ്ങളെ അങ്ങേക്ക് തന്നിട്ടുണ്ടോ? കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അതാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പലർക്കും സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അങ്ങ് നേതാവായിരുന്ന കാലത്ത് അതിൻ്റെ യുവജന സംഘടനയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളല്ലേ ഞാൻ. എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക കുറ്റമോ അഴിമതിയോ ഞാൻ കാണിച്ചു എന്ന് അങ്ങയോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നെ ഒരു പക്ഷേ എന്നെക്കാൾ നന്നായിട്ട് അറിയുന്നവരാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരും. കോൺഗ്രസ്സുകാരും BJPക്കാരും സമരം ചെയ്യുന്നത് ഒരുപക്ഷെ അവർക്ക് എന്നെ അറിയാത്തത് കൊണ്ടാണ് എന്നെങ്കിലും കരുതാം. പക്ഷേ എന്നെക്കാളും അധികം മനസ്സിലാക്കിയിട്ടുള്ള പാണക്കാട് തങ്ങളുടെ പാർട്ടി, മുനവ്വറലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന യൂത്ത് ലീഗ്, എനിക്ക് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിശ്വാസ്യതയെക്കുറിച്ച് അവരെങ്കിലും ആലോചിക്കണ്ടേ? താങ്കളിപ്പോൾ ആവശ്യപ്പെട്ടത്, അഭ്യർത്ഥിച്ചത്, താങ്കൾ നെഞ്ചിൽ കൈവച്ച് ഈ ഒരു അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പ്രവർത്തകർ മുഴക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റു പറയാൻ പറ്റുമോ എന്നുള്ളൊരു വെല്ലുവിളിയാണ് താങ്കൾ നടത്തിയത്. അങ്ങനെ തന്നെയാണ് ഞാൻ നടത്തിയത്. ഇതിനിടയിൽ എപ്പോഴും തങ്ങളുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയോ? ഈ സംഭവങ്ങൾക്ക് ശേഷം തങ്ങളുമായിട്ട് സംസാരിക്കാൻ സമയം കിട്ടി. ഏതെങ്കിലും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, താങ്കളുടെ സുഹൃത്തുക്കൾ എല്ലാ പാർട്ടിയിലും ഉണ്ടാവുമല്ലോ, എല്ലാ പാർട്ടിയിലും എല്ലാ പാർട്ടിക്കാർക്കും സുഹൃത്തുക്കളുണ്ട്, അവർക്കൊക്കെ എന്നെ അറിയാം. അവരൊക്കെ പറയും അതൊക്കെ രാഷ്ട്രീയല്ലേ, അതുകൊണ്ട് പറയാണ്, ഈ ഒന്നും വിചാരിക്കണ്ട. പക്ഷെ എന്നാലും താങ്കളുടെ ഇടനെഞ്ചിലൊരു വേദന ഉണ്ടാവില്ല. എന്താ, താങ്കളെ വളരെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെ ഇതുപോലെ തെരുവിലേക്ക് വന്ന് ഇതുപോലെ. മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് കുറച്ചെങ്കിലും ഒരു മതസ്വഭാവം നിലനിർത്തുന്ന പാർട്ടിയാണല്ലോ. അതിൻ്റെ പേരിൽ മുസ്ലിം എന്ന ഒരു വാക്കുണ്ട്. ആ വാക്കിനോടെങ്കിലും നീതി ലീഗ് പുലർത്തണ്ടേ? ഞാൻ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സമരം ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ലീഗിലുള്ള കാലം എന്ന് പറയുന്നത് എല്ലാറ്റിനും അനുവദനീയമായ കാലമാണ്. ആ കാലത്ത് ചെയ്യാത്തത് ഞാൻ ഇപ്പോൾ എങ്ങനെ ചെയ്യുമെന്നാണ് അവർ കരുതുന്നത്. വരട്ടെ. മിസ്റ്റർ ജലീൽ അദ്ദേഹത്തെ ന്യായീകരിക്കുകയോ ജാമ്യത്തിലെടുക്കുകയോ ചെയ്യേണ്ടത് ഒരു ബാധ്യതയും എന്നെ പോലത്തെ ഒരാൾക്കില്ല. പക്ഷെ നിഷ്പക്ഷമായി ചിന്തിക്കുമ്പോൾ ഇദ്ദേഹം ചെയ്ത തെറ്റെന്ത്? എനിക്ക് അത്ഭുതം, മുസ്ലിം ലീഗും ഇപ്പോൾ അവരോട് ലയിക്കാനോ ചേരാനോ വേണ്ടി ത്രസിച്ചുകൊണ്ടിരിക്കുന്ന വെൽഫെയർ പാർട്ടിയും അവർ ആണ് ഇതിന് മുമ്പന്തി. എന്താ വേണ്ടത്? വിശുദ്ധ ഖുർആനും റമദാൻ മാസത്തിൽ അത് പാരായണം ചെയ്യുക എന്നത് വിശുദ്ധിയുടെ ആ നോമ്പിന്റെ വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അദ്ദേഹമാകട്ടെ പിന്നെ കോവിഡ് പരിഗണിച്ചുകൊണ്ട് അത് വിതരണം ചെയ്തിട്ടില്ല, അതിർത്തിൽ എടപ്പാളുടെ സ്ഥാപനത്തിൽ നിൽക്കുക. അപ്പൊ അതിന്റെ പേരിൽ അദ്ദേഹം രാജിവെക്കണമെന്ന് പറയും. മാത്രമല്ല വാഹനങ്ങൾക്ക് മുമ്പിൽ തടസ്സം നിൽക്കുന്നു, ചാടുന്നു, വീടുകൾ വളയുന്നു. ഇതൊക്കെ എന്താ പ്രവാചകൻ അധ്യാപനം? പലുബല്യ ഷാഹിദുൽ ഹായ്,
എൻ്റെ ഈ സന്ദേശം, ഞാൻ ഈ ലോകത്തിന് നൽകിയ സന്ദേശം ഈ സദസ്സിൽ, അദ്ദേഹത്തിന് വിടവാങ്ങൽ സദസ്സിൽ അജത്തുൽ വിദാ, ഇവിടെ ഹാജറുള്ളവൻ ഇല്ലാത്തവൻ എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ ആ എത്തിച്ചു കൊടുക്കുക എന്നൊരു ജോലി ചെയ്യുന്നതായ മന്ത്രി രാജിവെക്കണമെന്നാണോ വെൽഫെയർകാരൻ പറയുന്നത്? എന്നാണോ മുസ്ലിം ലീഗുകാരൻ പറയുന്നത്? എന്തുമാത്രം വലിയ അധപ്പതനമാണിത്. താങ്കളോട് വളരെ വ്യക്തിപരമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, പക്ഷേ അദ്ദേഹം ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ, നിരീക്ഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എന്നോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ. എന്താണ് കാരണം ജലീൽ? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് വിട്ട് മലപ്പുറം ജില്ലയിൽ ഒരാൾ പോയാൽ പോയോന് പോയി എന്നാണ് പറയാറ്. അതിന് വിരുദ്ധമായി ഒന്ന് സംഭവിച്ചത് എൻ്റെ കാര്യത്തിലാണ്. ലീഗ് പിളർന്ന് 2 പാർട്ടിയായി. അഖിലേന്ത്യാ ലീഗ് ഉണ്ടായി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. MK ഹാജി, മൊയ്തീൻകുട്ടി എന്ന ബാവ ഹാജി, സെയ്ദുമർ ബാഫക്കി തങ്ങൾ, ET മുഹമ്മദ് ബഷീർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ ആ പാർട്ടിയിലുണ്ടായിട്ട് അന്ന് പോലും മലപ്പുറത്തെ ഒരു മാമ്പഴം കൊത്തിക്കൊണ്ടുപോകാൻ ഒരു കാക്കയെയും അനുവദിച്ചിട്ടില്ല മുസ്ലിം ലീഗ്. ആ ചരിത്രമുള്ളപ്പോഴാണ് 2006 കുറ്റിപ്പുറത്ത് ലീഗ് കാത്തു സൂക്ഷിച്ച ഒരു മാമ്പഴം ഒരു കാക്ക കൊത്തിക്കൊണ്ടുപോയത്. അതവർക്ക് മറക്കാൻ കഴിയില്ല. അതിൻ്റെ പകയാണ്. അതിനുശേഷം മലപ്പുറം ജില്ലയിൽ നിന്ന് വീണ്ടും 2 തവണ ഞാൻ വിജയിച്ചു. 3ാമത്തെ തവണ ഞാൻ മന്ത്രിയായി. നിങ്ങളെ ഇതോടുകൂടി ശരിപ്പെടുത്തി കബറടക്കാനുള്ള ഒരു ഉദ്യമമാണോ അവരത്? അങ്ങനെയാണ് അവരുദ്ദേശിക്കുന്നത്. അവർ പറയും രാഷ്ട്രീയ എതിരാളികളെ ഞങ്ങളൊന്നും ചെയ്യാറില്ല. ഇതിലും ഭേദം കൊല്ലലായിരുന്നു. എത്ര തവണ അവർ കൊന്നു കഴിഞ്ഞു എന്നെ, ദുരാരോപണങ്ങൾ ഉന്നയിച്ച്, അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച്. ഇതിലും നന്നായിരുന്നത് എന്നെ വെട്ടിക്കൊല്ലുകയായിരുന്നു. ഇവർക്കറിയാം ഞാനിതൊന്നും ചെയ്യില്ല എന്ന്. എന്തൊക്കെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും അവർ ഉന്നയിച്ചു. എന്നിട്ട് അതിൻ്റെയൊക്കെ സ്ഥിതി എന്തായി? ഏതെങ്കിലും ഒന്ന് ക്ലച്ച് പിടിച്ചോ? എന്നെ കേൾക്കുന്ന ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും, പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ എത്രയോ വർഷമായിട്ട് പലരുമായിട്ടും ബന്ധമുണ്ട്. കോൺട്രാക്ടർമാർ, സമ്പന്നരായിട്ടുള്ള ആളുകൾ, ധനാഢ്യന്മാർ, പലരും, വ്യവസായ പ്രമുഖന്മാർ. ഞാൻ അവരോടൊക്കെയായിട്ട് ചോദിക്കുന്നു, ലീഗിൽ നിൽക്കുന്ന ആളുകൾ, ലീഗിനോട് അടുപ്പമുള്ള ആളുകൾ, അവർക്കാർക്കെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക ക്രമക്കേടോ ഒരു അഴിമതിയോ അവരുടെ കയ്യിൽ നിന്ന് 10 പൈസ ഞാൻ ചോദിച്ചു വാങ്ങുകയോ ചെയ്തു എന്ന് ഒരാൾ പറഞ്ഞാൽ അന്ന് ഞാൻ അവർ പറയുന്നത് കേൾക്കും. ഇപ്പം ജലീൽ, ഇപ്പം തങ്ങൾ പറയാണ്, അല്ല ഇതുപോലുള്ള തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ അവർ ആരോപിക്കുന്നത് പോലെ ജലീലിൻ്റെ കയ്യിലുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞാൽ തങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത് എന്ന് തങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് സത്യമല്ല. ഇനി തങ്ങൾ പറയാണ് അങ്ങനെ ഉണ്ട്, ജലീൽ മോശക്കാരനാണ്, ജലീൽ ഒരു തട്ടിപ്പനാണ്, ഇന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് കൊടുത്തിട്ടില്ല. ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ട് പോലും 10 രൂപ ഞാൻ ആർക്കും കൊടുക്കാൻ. ഖുറാന്റെ കവറിൻ്റെ ഉള്ളിൽ സ്വർണ്ണപ്പാളികൾ വെച്ച് താങ്കൾ സ്വർണ്ണക്കടത്ത് നടത്തി എന്ന് തങ്ങൾ പറഞ്ഞാലോ? തങ്ങളങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ, നെഞ്ചത്ത് കൈവച്ചാണ് തങ്ങളത് പറയുന്നതെങ്കിൽ, വിശുദ്ധ ഖുർആൻ തൊട്ട് തങ്ങളും സത്യം ചെയ്യണം, ഞാനും സത്യം ചെയ്യണം. വിശുദ്ധ ഖുർആനിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യാൻ ഒരുക്കമാണ്. ഞാൻ സത്യം ചെയ്തിട്ടുണ്ട് ഒരു ദിവസം. 2006 തെരഞ്ഞെടുപ്പിന് മുമ്പ് 2005 എന്നെ യൂത്ത് ലീഗിൽ നിന്ന് പുറത്താക്കി. ഇപ്പോഴുണ്ട് അതിൻ്റെ ക്ലിപ്പിങ്ങുകൾ. എനിക്കെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചു. ഞാൻ ഗൾഫിൽ പോയിട്ട് അനധികൃതമായി പിരിച്ചു എന്നാണ് പറഞ്ഞത്. ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിക്കൂടിയ സദസ്സിൻ്റെ മുന്നിൽ വെച്ച് വിശുദ്ധ ഖുർആൻ്റെ കോപ്പി ഉയർത്തിപ്പിടിച്ച് ഞാൻ പറഞ്ഞു, ഈ വിശുദ്ധ ഗ്രന്ഥം സാക്ഷി,
ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നവർ ഇവിടെ ഒരു യോഗം വെച്ച് ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ തൊട്ട് പറയുമോ? ഇന്ന് താങ്കൾക്ക് പറയാനുള്ളത് അതാണ്. ഇന്നും ഞാൻ അത് ആവർത്തിക്കും. തങ്ങൾ ഒരു കൈ നെഞ്ചിലും ഒരു കൈ വിശുദ്ധ ഖുറാനിലും വെച്ച് പറയുകയാണ്, അതായത് ജലീൽ തട്ടിപ്പുകാരനാണ്, വെട്ടിപ്പുകാരനാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന എന്ത് ചെയ്യാൻ താങ്കൾ തയ്യാറാണ്? 101% ഞാൻ ഒരുക്കമാണ്. വളരെ പ്രധാനപ്പെട്ട, എന്താ പറയുക, ഇത് വെല്ലുവിളി എന്നല്ല പറയുക, ഇത് മനസ്സ് തുറന്നിട്ടുള്ളൊരു സംഭാഷണമാണ്. എനിക്കറിയില്ല ഇത് താങ്കൾ ഈ താങ്കളുടെ ഈ വെല്ലുവിളി ഇൻവെർട്ടർ കോമ അത് ഏറ്റെടുക്കൂ. പക്ഷേ അത് ഏറ്റെടുത്തില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും അനുയായികളും ഇപ്പോൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളുടെ അർത്ഥശൂന്യതയെക്കുറിച്ചായിരിക്കും ഇനി വരുന്ന നാളുകളിൽ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പോകുന്നു. അങ്ങനെ തന്നെയാണ്. പക്ഷേ അന്ന് 2005 താങ്കൾ ഉയർത്തിയ ഖുറാൻ 14-15 വർഷത്തിന് ശേഷം അത് താങ്കളെ വീണ്ടും വീർപ്പ് മുട്ടിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാലിക യാഥാർത്ഥ്യം. പാവങ്ങളെ സഹായിച്ച കാര്യത്തിൽ, ഖുർആന്റെ കോപ്പികൾ നമ്മൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം വിവാദമാക്കപ്പെടരുത്. അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത, അദ്ദേഹത്തിന്റെ സത്യസന്ധത അത് മറിക്കപ്പെടേണ്ടത് തന്നെയാണ്. എക്കാലം മറിക്കപ്പെടുകയും ചെയ്യും. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം കുറച്ചുകൂടി നീട്ടി പറഞ്ഞിരുന്നു. പക്ഷേ അത് മൗലവി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. KT ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്, ന്യൂനപക്ഷ കാര്യമന്ത്രിയാണ്, വഖഫ് മന്ത്രിയാണ്, ഹജ്ജ് കാര്യമന്ത്രിയാണ്. പക്ഷെ താങ്കൾ ഹജ്ജിന് പോയിട്ടില്ല. ഹജ്ജിന് പോകാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പല ഡെലിഗേഷനുകളിലും ഹജ്ജിന് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ കാരണം, ഒരാൾ ഹജ്ജിന് പോയാൽ ആ ഹജ്ജ് സ്വീകരിക്കപ്പെടണമെങ്കിൽ സ്വന്തം ചെലവിൽ പോകണം. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ഹജ്ജിന് പോകാം. ഞാൻ റിട്ടയർമെൻറ്റ് കഴിയുമ്പോൾ, എൻ്റെ റിട്ടയർമെൻറ്റ് കഴിയുമ്പോൾ പൈസ കിട്ടും. അപ്പോൾ ആ പൈസയും കൂടി ഉപയോഗിച്ച് റിട്ടയർമെൻറ്റിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഹജ്ജിന് പോകാം എന്ന് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞതുകൊണ്ട് നമ്മളുടെ സ്വന്തം പണം ഉപയോഗിച്ച് ഹജ്ജിന് പോകണം എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് സൗജന്യമായി ഡെലിഗേഷനുകളിൽ അംഗമായി അവിടെ ഒരു ടൂർ നടത്തി ഞാൻ പോരാത്തത്. അപ്പോൾ താങ്കളുടെ ഹജ്ജ് ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുകയാണ്. അതെ. ഭാര്യ റിട്ടയർ ചെയ്യുന്നത് വരെ അത് നീണ്ടുപോകും. എന്ന് വരെ ആയിരിക്കും ആ റിട്ടയർമെൻറ്റ്? ഒരു 5-6 വർഷവും കൂടി കഴിയും. 5-6 വർഷം കൂടി. അപ്പം നമുക്ക് അതിലേക്ക് പോകാൻ ഇനി സമയം ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് വേണ്ടത് 2 കാര്യമാണ്. ഒന്ന് കിറ്റ്, ഒന്ന് ഖുറാൻ. രണ്ടും സാധാരണഗതിയിൽ ഒരു ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഊഷ്മളതയുടെ, സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ പ്രതീകങ്ങളാണ്. പക്ഷേ ഇന്ന് താങ്കളെ കൊത്തി വലിക്കുന്ന 2 സംഭവങ്ങളായി ഇത് രൂപാന്തരപ്പെട്ടിരിക്കുന്നു. UAE കോൺസുലേറ്റുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. അതിൻ്റെ കാരണങ്ങളിലൊന്ന്, ഷാർജ സുൽത്താൻ കേരളം സന്ദർശിച്ച സമയത്ത് മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് ആയിട്ട് എന്നെയാണ് മന്ത്രിസഭ തീരുമാനിച്ചത്. ഞാനായിരുന്നു 7 ദിവസം ഷാർജ സുൽത്താൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങേക്കും അറിയാം ആ കാര്യം. ഇവരുമായിട്ടൊക്കെ വളരെ കൂടുതൽ അടുത്ത് ഇടപഴകാൻ അന്ന് എനിക്ക് അവസരം കിട്ടുകയുണ്ടായി. ആ ഒരു അടുപ്പം കൊണ്ടാവണം കോൺസൽ ജനറൽ പിന്നീട് വിളിക്കാറുണ്ട്, അതുപോലെ തന്നെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാറുണ്ട്, ക്ഷേമാന്വേഷണങ്ങൾ. താങ്കളുടെ വാട്സപ്പ് ചാറ്റാണ്. ഗുഡ് ഈവനിങ് ബ്രദർ, ഹൗ ആർ യു ആൻഡ് ഹൗ ആർ യുവർ ഫാമിലി? ഇതൊക്കെയാണ് താങ്കൾ. ഇതാണ് മെയ്, എനിക്ക് തോന്നുന്നു ഈ നിർണായക ഘട്ടത്തിന് തൊട്ട് മുമ്പുള്ള. അതെ, മെയ് 27-നാണ് ആ മെസ്സേജ് വന്നത്. മെയ് 27-നാണ്. ആൻഡ് ഫുഡ് ബോക്സസ്, ഡു യു ഹാവ് സ്പെസിഫിക് പ്ലേസ്? ഓക്കെ, വാട്ട് അബൌട്ട് ഫുഡ് ബോക്സസ്? വി ആർ അറേഞ്ചിങ്, വിൽ ഇൻഫോം യു വെൻ ഇറ്റ് ഈസ് റെഡി. വിൽ ബി ഗ്രേറ്റ് ഇഫ് 1000 ഫുഡ് ബാഗ്സ് വാല്യൂഡ് ₹500 ഓൾസോ വിത്ത് ഖുറാൻ. അല്ലേ? ഇതല്ലേ? അതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഈ വാട്സപ്പിലൂടെയുള്ള ചാറ്റാണ്. അതെ. ഇതൊക്കെ താങ്കൾ സൂക്ഷിച്ചു വെച്ചത് താങ്കൾക്ക് അള്ളയുടെ ഒരു കൃപയുള്ളത് കൊണ്ടായിരിക്കണം. തീർച്ചയായിട്ടും. എങ്ങാനും അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു പോയിരുന്നു എങ്കിൽ ഇവരെന്നെ ഇപ്പോൾ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന് ഇത് കാണിച്ചു കൊടുത്തോ?
എൻഫോഴ്സ്മെൻറ്റിന് ഈ റെക്കോർഡുകളൊക്കെ കൊടുത്തു. ഞാൻ ചോദിച്ചതല്ല UAE കോൺസുലേറ്റിനോടോ UAE കോൺസൽ ജനറലിനോടോ. ഈ പ്രാവശ്യം നിങ്ങൾക്കറിയാമല്ലോ, നോമ്പും പെരുന്നാളും ഒക്കെ ലോക്ക്ഡൗണിൻ്റെ സമയത്തായിരുന്നു. സാധാരണ നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിലാണ് ഈ കിറ്റുകളും ഖുറാനും ഒക്കെ തന്നെ അവർ കൊടുക്കുക. അത് അവരുടെ ഒരു രീതിയാണ്. ഗൾഫിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം. നമ്മളുടെ നാട്ടിൽ എല്ലാ മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളും പിരിവിന് പോകാറുള്ളത് റംസാൻ മാസത്തിലാണ്. കാരണം റമദാൻ മാസത്തിലാണ് അറബികൾ അവരുടെ സക്കാത്ത് വിഹിതം കൊടുക്കുക. അതെ, ഉദാരമനസ്കരാണ് അവർ വളരെ ഉദാരമനസ്കരാണ് ആ സമയത്ത്. അതുകൊണ്ടാണ് അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ വിശുദ്ധ ഖുർആൻ്റെ ഓരോ കോപ്പിയും, ആ കോപ്പിയിൽ ഉള്ള സീല് വളരെ വ്യക്തമായിട്ട് ഇത് ഷേഖ് മക്തൂമിൻ്റെ ഓർമ്മക്കായി നൽകപ്പെടുന്ന ഖുർആൻ. ജലീലിന് കിട്ടിയിട്ടുള്ള എത്ര ഖുർആനാണ് കൃത്യമായി കിട്ടിയിരിക്കുന്നത്? 32 പാക്കറ്റിൽ 32 പാക്കറ്റിൽ ഇൻറ്റു 32 ഖുർആനാണ് ഒരു പാക്കറ്റ്. 32 ഇൻറ്റു 32 താങ്കൾ കിട്ടിയത്. ഈ ഓരോ ഖുർആനിലും ഈ ഒരു സീലുണ്ടോ? ഈ സീലുണ്ട്. ഓ, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതെ. അപ്പോൾ കിറ്റും ഖുറാൻ ബോക്സസും ഉണ്ട് എന്നവർ പറയുമ്പോൾ അതൊരു റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഉപചാരത്തിൻ്റെ ഭാഗമായിട്ട് അവർ നൽകുന്നതാണ്. നമ്മളിപ്പോൾ ന്യൂ ഇയറിന് കേക്ക് നൽകും, ദീപാവലിയോടനുബന്ധിച്ച് സ്വീറ്റ്സ് നൽകും. അതെ, അത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എംബസികളൊക്കെ വിദേശത്ത് സ്വീറ്റ്സ് പാക്കറ്റ്സ് ധാരാളം നൽകുന്നുണ്ട്. ഇത് 500 രൂപയുടെ ഒരു ഫുഡ് ബോക്സ് അല്ലെങ്കിൽ ഫുഡ് കിറ്റ്, അത് പാവപ്പെട്ട 1000 ആളുകൾക്ക് കൊടുക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ. അവരെൻ്റെ അടുത്ത് അതിനുവേണ്ടി 1 രൂപയെങ്കിലും തരികയോ ഞാനത് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അവർ തന്നെ ഒരു ഏജൻസിയെ ഏൽപ്പിച്ചു, അതും സർക്കാരിൻ്റെ ഏജൻസി. അത് ഞാൻ നിർദ്ദേശിച്ചതാണ്. കാരണം എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സർക്കാരിന് കിട്ടിക്കോട്ടെ, അതെ, ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ അവർ തന്നെയാണ് അതിൻ്റെ വിതരണവും ചില ആളുകളെ ഉപയോഗപ്പെടുത്തി അവരുടെ സഹായം അഭ്യർത്ഥിച്ച് നടത്തിയത്. താങ്കൾ ഇങ്ങനെ ഈ ഒരു പുണ്യകർമ്മത്തിൽ ഭാഗവാക്കായപ്പോൾ അത് താങ്കളെ പിന്നീട് ചുറ്റി വരിയുമെന്നുള്ളത് അന്ന് ചിന്തിച്ചിരുന്നോ? ഇതൊന്നും ഒരു ചുറ്റിവരിച്ചിലായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇല്ല. കാരണം 1000 ആളുകൾക്ക്, ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഈ പ്രാവശ്യം 10,000 കിറ്റുകളാണ് കൊടുത്തത്. തീരദേശവാസികളായിട്ടുള്ള ആളുകൾക്ക്, ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക്, സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക്, ബാർബർമാർക്ക്, ഇവരുടെ ഒന്നും മതമോ ജാതിയോ പാർട്ടിയോ നോക്കിയിട്ടില്ല. 10,000 കിറ്റുകൾ കൊടുത്തു. 1000 കിറ്റുകളാണ് UAE കോൺസുലേറ്റിൽ നിന്ന് അവർ വിതരണം ചെയ്യാമെന്ന് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടാണ് സ്വപ്ന സുരേഷുമായിട്ട് താങ്കൾ ടെലിഫോണിൽ സംസാരിക്കുകയും ബന്ധപ്പെടുകയും ചെയ്തു. അതെ, കോൺസൽ ജനറൽ എനിക്ക് അയച്ച വാട്സപ്പ് മെസ്സേജ് ഇതിൽ തന്നെ ഉണ്ട്. സ്വപ്നയെ ബന്ധപ്പെടണമെന്ന്. അതെ, സ്വപ്ന വിൽ കോൺടാക്ട് ചെയ്യൂ. അങ്ങനെയാണ്. അവർ, നിങ്ങൾക്കറിയാമല്ലോ, കോൺസൽ ജനറലിൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിരുന്നു. ആ ഒരു പദവിയിലാണ് താങ്കളുമായി ബന്ധപ്പെട്ടത്. അന്ന് ഷാർജ സുൽത്താൻ വന്ന അന്ന് ഷാർജ സുൽത്താൻ്റെ ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അവർ തന്നെയായിരുന്നല്ലോ. ഈ ആപ്റ്റിൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി, അത് വലിയൊരു വിവാദമാണ്. അതായത് പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഖുറാൻ വന്നത് കോൺസുലേറ്റ് ജനറലിൻ്റെ ഓഫീസിലേക്കാണ്. സ്വാഭാവികമായിട്ട് കസ്റ്റംസ് ക്ലിയറൻസ് കൊടുത്തിട്ടാണ്. അപ്പോൾ ഇവിടെയൊന്നും മറ്റുള്ളവരൊന്നും പിക്ചറിൽ വരുന്നില്ല, താങ്കൾ മാത്രമാണ് ഇപ്പം പിക്ചറിൽ വന്നത്. അതെ. കൈരളി തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് ചിട്ട് റെസിപ്റ്റ് ഉണ്ടായിരുന്നു. ആ റെസിപ്റ്റ് എനിക്കും കിട്ടിയിരുന്നു. അതിൽ 250 പാക്കറ്റ് ഖുർആൻ കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്. ഡിപ്ലോമാറ്റിക് കാർഗോ എന്താണ് സാധനം എന്നുള്ളതിൻ്റെ അടിയിൽ ഹോളി ഖുർആൻ 250 പാക്കറ്റ് ഹോളി ഖുർആൻ വന്നിട്ടുണ്ട്. അതിൽ 32 പാക്കറ്റാണ് താങ്കൾ. അതിൽ 32 പാക്കറ്റാണ് നമ്മളുടെ നാട്ടിൽ പള്ളികളിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. എവിടെയെങ്കിലും പള്ളികളിൽ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ മലപ്പുറത്ത് കൊടുക്കാമെന്ന് ഞാൻ കരുതി. 32 പാക്കറ്റാണ്. 32 പാക്കറ്റ് കഴിച്ചിട്ടുള്ള പാക്കറ്റുകൾ ഇപ്പോൾ എവിടെയുണ്ട് അറിയോ താങ്കൾക്ക്? എനിക്കറിയില്ല. ഈ 32 പാക്കറ്റിൽ ഒരു പാക്കറ്റിൽ 32 കോപ്പിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട്, സിയാപ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മളുടെ സർക്കാരിൻ്റേതുണ്ട്, അവിടെ നിന്ന് വണ്ടികൾ
ടെക്സ്റ്റ് ബുക്കുകളുമായിട്ട് പോകും മലപ്പുറത്തേക്ക്, അതിനായിട്ട് പോവുമല്ല. ആ. ടെക്സ്റ്റ് ബുക്കുകളുമായിട്ട് പോകുന്ന സമയത്ത് അതിൽ ഇത് കയറ്റി വെച്ചാൽ വഴിയിലിറക്കി കൊടുത്താൽ മതി. അല്ല, ഇതിനു വേണ്ടി മാത്രം പോയതല്ല, ഒരിക്കലുമല്ല. സർക്കാരിനൊരു 10 പൈസയുടെ ചെലവില്ലാതെ അവിടെ ഇത് എത്താൻ പറ്റുമെങ്കിൽ, അവിടെ ഇത് എത്തിക്കാൻ പറ്റുമെങ്കിൽ അത് ആയിക്കോട്ടെ എന്നേ ഞാൻ കരുതിയുള്ളൂ. ഈ 32 പാക്കറ്റുകളിൽ ഒരു പാക്കറ്റ് ഞാൻ സിയാപ്റ്റിൻ്റെ MD-യോട് സംസാരിച്ചിരുന്നു. ഒരു പാക്കറ്റ് അവർ അവിടെ വെച്ച് തന്നെ പൊളിച്ചു. എന്നിട്ട് സിയാപ്റ്റിലെ ജീവനക്കാർ ആ ഖുർആൻ്റെ ഭംഗി കണ്ടിട്ട് അത് അവർ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അബ്ദുറഹിമാൻ പറഞ്ഞത്രേ, എടുത്തോളൂ. അതിൻ്റെ MD പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തോളൂ. അതിൽ അവർ മുസ്ലിങ്ങളല്ല, മനസ്സിലായി, അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ് ആവശ്യപ്പെട്ടത് ഖുർആൻ. കാരണം ഞങ്ങളുടെ വീട്ടിലെല്ലാ ഹോളി ബുക്സും ഉണ്ട്, ഖുർആൻ്റെ കോപ്പി മാത്രമില്ല, ഞങ്ങൾക്കൊന്ന് തരുമോ എന്ന് അവർ ചോദിച്ചപ്പോൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. ജലീൽ, ഈ 32 പാക്കറ്റിൽ അവരെടുത്ത് ഏതാനും 1-2 കോപ്പി, 2-3 കോപ്പി കഴിഞ്ഞാൽ 26, 25, 26 കോപ്പികൾ അവരെടുത്തിട്ടുണ്ടാവണം. എല്ലാ കോപ്പികളും എക്സാക്ട് ആയിട്ട് എനിക്കറിയില്ല. അതൊഴിച്ചുള്ള ബാക്കി എല്ലാം സുരക്ഷിതമായിട്ട് അവിടെ 31 പാക്കറ്റുകളാണ് മലപ്പുറത്തേക്ക് കൊണ്ടുപോയത്. അതവിടെ ഉണ്ട്. 31 പാക്കറ്റും ഭദ്രമായിട്ട് അവിടെ ഉണ്ട്. അത് തിരിച്ചു കൊടുത്താൽ ലീഗിന്റെ പ്രശ്നം കഴിയുമോ? പാണക്കാട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ആ വിശുദ്ധ ഖുർആൻ്റെ കോപ്പികൾ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാനത് തിരിച്ചു കൊടുക്കാം. ഈ അന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അധികൃതർ പറയുകയാണ് ഖുർആൻ ഇവിടെ വിതരണം ചെയ്യാൻ പറ്റില്ല, അത് തിരിച്ചു കൊടുക്കണമെന്ന് അധികൃതർ പറഞ്ഞാൽ ഞാനത് കൊടുക്കാൻ തയ്യാറാണ്. കോവിഡ് ആയതുകൊണ്ട് ഇപ്പോൾ പള്ളികളൊന്നും ഫുൾ സ്വിങ്ങിലല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞത് ഇപ്പം തന്നെ വിതരണം ചെയ്യേണ്ട, ഈ കോവിഡ് പ്രതിസന്ധിയൊക്കെ ഒന്ന് തീർന്നതിന് ശേഷം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. 2-3 ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നത്, ഒന്ന് ചട്ടലംഘനത്തിൻ്റെ കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും. അതായത് ഒരു വിദേശ ഏജൻസിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ നയതന്ത്രകാര്യമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചട്ടങ്ങളുടെ സംഭവങ്ങൾ, അതൊക്കെ ഇപ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറെ ചർച്ച. 2, സിയാപ്റ്റിൻ്റെ വണ്ടി, ഒന്ന് GPS ഓഫ് ചെയ്തു ബോധപൂർവം, ഇതിൻ്റെ ലൊക്കേഷൻ മനസ്സിലാകും. 2, സിയാപ്റ്റിൻ്റെ ഒരു വണ്ടി, നമ്മൾ ഈ ചില ക്രൈം ത്രില്ലറിലൊക്കെ കാണുന്ന പോലെ സിനിമയിൽ കാണുന്ന ഒരു വണ്ടി ആൾക്കാരുടെ കണ്ണ് വെട്ടിച്ച് ബാംഗ്ലൂരേക്ക് പോയി. എനിക്ക് മാധ്യമ വാർത്തകളോട് പുച്ഛം തോന്നിയ സമയമായിരുന്നു അതൊക്കെ. എന്തൊരു കള്ളക്കഥകളാണ് അവർ മെനയുന്നത്. ഇതൊക്കെ തെളിയിക്കപ്പെട്ടോ? ഈ മാധ്യമപ്രവർത്തകരോട് ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ 31 പാക്കറ്റുകൾ ഇരിക്കുന്ന സ്ഥാപനങ്ങളുടെ പേര്, ആ സ്ഥാപനങ്ങളുടെ മേധാവികളായിട്ടുള്ള ആളുകളുടെ ടെലിഫോൺ നമ്പറുകൾ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്ത് പല മാധ്യമപ്രവർത്തകരോടും. നിങ്ങൾ അവിടെ പോയിട്ട് അത് പരിശോധിക്ക്, അതിലെന്താണുള്ളത് എന്ന് നിങ്ങൾ നോക്ക്. ഒരാളും അത് പോയി നോക്കുകയോ വാർത്ത കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ജലീൽ, അതിൻ്റെ ഇടയിലൂടെ ഇൻഫർ ചെയ്യപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഖുറാൻ മലപ്പുറത്തേക്ക് പോയപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ കടത്തപ്പെട്ടു, ഇൻവേർട്ടർ കോമ, സ്വർണം ബാംഗ്ലൂരിലേക്ക് നിങ്ങൾ സിയാപ്റ്റിൻ്റെ വണ്ടിയിൽ കടത്തിവിട്ടു. അത് അടിവരയിടുന്നതിനാണ് ഈ അപസർപ്പക കഥ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നല്ലേ വെക്കുക ഈ 32 പാക്കറ്റ്? സത്യത്തിൽ സിയാപ്റ്റിന്റെ വണ്ടിയിൽ അത് കൊണ്ടുപോയത് മഹാഭാഗ്യം എന്നാണ് ഇപ്പൊ ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഈ സ്വർണത്തോടുള്ള അലർജി ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ വീട്ടിൽ വെക്കാത്തത്. സിയാപ്റ്റിൽ ആ 32 പാക്കറ്റും വന്നിട്ട് അത് ഇരുന്നത് ഒരു പൊതുസ്ഥലത്താണ്. സിയാപ്റ്റിൻ്റെ കോലായയിൽ എന്ന് വേണമെങ്കിൽ പറയാം. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഒരു പാക്കറ്റ് പൊട്ടിക്കുന്നതും അതിൽ നിന്ന് ആളുകൾ ഈ വിശുദ്ധ ഖുർആന്റെ കോപ്പികൾ എടുക്കുന്നതും എല്ലാം കാണാൻ വേണ്ടി സാധിക്കും. അതൊന്നും തേടി ആരും പോയിട്ടില്ല, ഒരാളും പോയിട്ടില്ല. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. വസ്തുതകൾ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാധ്യമപ്രവർത്തകർ അതൊക്കെയല്ലേ ചെയ്യേണ്ടത്. അവിടെ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആരൊക്കെയാണ് അത് എടുത്തത്? പൊട്ടിച്ച പാക്കറ്റ് ഇപ്പോൾ അവിടെ ഉണ്ടോ? ബാക്കി എത്ര കോപ്പികൾ സിയാപ്റ്റിൽ ഇപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട്? ആരുടെ കസ്റ്റഡിയിലാണത്? ഞാൻ മനസ്സിലാക്കുന്നത് കസ്റ്റംസുകാർ അവിടെ വന്ന് പെട്ടിയും ഒരു ഖുർആൻ്റെ കോപ്പിയും എടുത്തുകൊണ്ടുപോയി എന്നാണ്. എൻ്റെ തൂക്കം കേൾക്കാൻ വേണ്ടിയായിരിക്കും, മേ ബി.
അല്ല, എൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം പോലും വന്നിരിക്കുന്ന 20 കിലോയുടെ ഒരു ഡിഫറൻസ് പിന്നെ താങ്കളുടെ രാഷ്ട്രീയ എതിരാളികളും മാധ്യമപ്രവർത്തകരും കണ്ടിട്ടുണ്ട്. ആ 20 കിലോയാണ് ക്രിട്ടിക്കൽ. 250 പാക്കറ്റാണ് വന്നത്, അതിൽ 32 പാക്കറ്റാണ് ഇങ്ങോട്ട് കൊടുത്തയച്ചത്. ബാക്കി 218 പാക്കറ്റുകൾ അവിടെ തന്നെ ഉണ്ടാവും. അത് പരിശോധിക്കണ്ടേ അവർ? കോൺസുലേറ്റിൽ ഉണ്ടാകാം, കോൺസുലേറ്റിൽ അവർ ഉണ്ടാവും. വേറെ ആർക്കും കൊടുത്തിട്ടില്ലെങ്കിൽ. വേറെ ആർക്കെങ്കിലും അവർ കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടാകും. പക്ഷെ താങ്കൾ സിയാപ്റ്റിലെ ദുരുപയോഗിച്ചുകൊണ്ട് സിയാപ്റ്റിൻ്റെ MD-യെ നിങ്ങൾ പിന്നീട് LBS-ൽ നിയമിച്ചിട്ട് ഉദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ കാണിച്ചു. ആരാണ് ഈ MD എന്ന് അറിയോ നിങ്ങൾക്ക്? UDF-ൻ്റെ ഭരണകാലത്ത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ PVC ആയിട്ട് ആ സർക്കാർ നിയോഗിച്ചയാളാണ്. മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയായിരുന്ന ചർക്കളം അബ്ദുള്ളയുടെ സ്റ്റാഫിലുണ്ടായിരുന്ന ആളാണ്. അയാൾ നല്ല മിടുക്കനാണ്, ഹീസ് എ ഗുഡ് ഓഫീസർ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സിയാപ്റ്റിൻ്റെ MD ആക്കിയത്. അതിനുശേഷം അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് എന്നുള്ളത് കൊണ്ടാണ് ചാർജ് കൊടുത്തത് LBS-ൻ്റെ. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് പെർമനന്റ് ആക്കി നിയമിക്കുകയല്ല ചെയ്തത്. മനസ്സിലായി. നിങ്ങളൊരു കൾച്ചറൽ അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ മൈനോറിറ്റി, ഹജ്ജ്, വഖഫിൻ്റെ ഒക്കെ മന്ത്രി നിലയിൽ സാധാരണ ഇതിലൊരു ഉപചാരത്തിൻ്റെ ഭാഗമായി ചെയ്തതാണെങ്കിലും നിങ്ങൾ ഖുറാൻ വിതരണം ചെയ്തതിനെ വലിയ അപരാധമായി കണ്ട് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർ ഇവർക്കൊക്കെ വലിയ വലിയ നിവേദനങ്ങൾ, നെടുങ്കൻ നിവേദനങ്ങൾ പോയിട്ടുണ്ട്. ഇന്ത്യയും UAE-യും തമ്മിലുള്ള ബന്ധം, സാംസ്കാരിക മതപരമായിട്ടുള്ള ബന്ധങ്ങൾ, അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഒരു മുസ്ലിം പൗരൻ പോലും അല്ലെങ്കിൽ പ്രജ പോലും ഇവിടെ ഇല്ലാതിരുന്ന കാലത്താണ് മാലിക് ബിൻ ദീനാറും 12 ആളുകളും ഇസ്ലാം മത പ്രചാരണത്തിന് വേണ്ടി വന്നപ്പോൾ സാമൂതിരി രാജാവ് അവർക്ക് ആരാധനാലയം പണിയാൻ സൗജന്യമായി സ്ഥലം കൊടുത്തത്. അന്ന് തുടങ്ങിയതാണ് മതപരവും സാംസ്കാരികവുമായിട്ടുള്ള ഈ ക്രയവിക്രയങ്ങൾ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അടുത്ത് UAE സന്ദർശിച്ചു. അദ്ദേഹം ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടാകും. ആ കൂട്ടത്തിൽ ലോകോത്തരമായിട്ടുള്ള ഒരു ക്ഷേത്രം UAE-യിൽ പണിയുന്നതിന് ആവശ്യമായ ഏക്കർ കണക്കിന് ഭൂമി വേണം എന്ന് അഭ്യർത്ഥിച്ചു. അഭ്യർത്ഥന അപ്പോൾ തന്നെ സ്വീകരിക്കപ്പെട്ടു. സ്ഥലം കൊടുത്തു എന്ന് മാത്രമല്ല, ക്ഷേത്രം പണിയാനുള്ള അനുമതിയും നൽകി. അവിടെ ഭൂമി പൂജ കഴിഞ്ഞു, ക്ഷേത്രം പണി ആരംഭിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു നാട്, അവരുടെ വിശുദ്ധ ഗ്രന്ഥം എന്ന് അവർ കരുതുന്ന ഹോളി ഖുറാൻ, ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് പറഞ്ഞത് ജലീൽ സ്വകാര്യ വാഹനത്തിൽ, ഖുറാൻ സർക്കാർ വാഹനത്തിൽ. അല്ല, അവർ വിശുദ്ധ ഗ്രന്ഥമെന്ന് കരുതുന്ന ഹോളി ഖുറാൻ സത്യത്തിൽ അവരിവിടെ വന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്ന് അവരുടെ സാംസ്കാരികമായ മതപരമായ ഒരു ഉപചാരത്തിൻ്റെ ഭാഗമായി നൽകാൻ തീരുമാനിക്കുന്നതിൽ എന്ത് അപരാധമാണുള്ളത്? ഇന്ത്യയും UAE-യും തമ്മിലുള്ള ആത്മബന്ധത്തിന് എത്ര നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അത് ചെയ്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ എല്ലാ കുതൂഹലങ്ങളും നടക്കുന്നത്. സർക്കാർ വണ്ടിയിൽ കയറ്റാൻ പറ്റാത്തൊരു ഗ്രന്ഥമാണോ വിശുദ്ധ ഖുർആൻ? എനിക്കതാണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റാത്തത്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്കൊക്കെ എന്ത് പറ്റി? ഒരു ഗവൺമെൻറ് വണ്ടിയോട് അടുപ്പിക്കാൻ പറ്റാത്ത ഒരു നികൃഷ്ട ഗ്രന്ഥമാണോ വിശുദ്ധ ഖുർആൻ? ഒരു ചില്ലി പൈസ പോലും സർക്കാരിന് ആ ഗ്രന്ഥങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ചെലവായിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ സ്വീകരിക്കാൻ പാടില്ലെങ്കിൽ 250 പാക്കറ്റ് ഖുർആൻ എന്തിനാണ് കസ്റ്റംസ് ക്ലിയർ ചെയ്ത് കൊടുത്തത്? ചില പത്രങ്ങൾ പറയുന്നുണ്ടല്ലോ, വേദഗ്രന്ഥങ്ങൾ ഇവിടെ വിതരണം ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. നിയമം അനുവദിക്കുന്നില്ലെങ്കിൽ ആ നിയമം ആദ്യം തെറ്റിച്ചത് ആരാണ്? കസ്റ്റംസ് അല്ലേ? അവരല്ലേ ക്ലിയർ ചെയ്ത് കൊടുത്തത് 250 പാക്കറ്റ് ഹോളി ഖുറാൻ? അവരെയല്ലേ ചോദ്യം ചെയ്യേണ്ടത്? അവരല്ലേ ക്രൂശിക്കേണ്ടത്? അവർ പ്രതിക്കൂട്ടിൽ എവിടെയുമില്ല. 32 പാക്കറ്റ് നാട്ടിലെ പള്ളികളിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതിനാണ് ഇപ്പോൾ
എല്ലാ കോലാഹലങ്ങളും നടക്കുന്നത്. ജലീലും ഖുറാനുമാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ. പക്ഷേ ജലീൽ എന്തിനാണ് ഔദ്യോഗിക വാഹനം വേണ്ടാന്ന് വെച്ചിട്ട് സ്വകാര്യ വാഹനത്തിൽ പോയത്? ഞാൻ ED-യുടെ ഓഫീസിലേക്ക് ഔദ്യോഗിക വാഹനം വേണ്ട എന്ന് വെച്ചത് KT ജലീൽ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കത്ത്. അതിൻ്റെ തൊട്ട് പിറകെ മിനിസ്റ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ കേരള സ്റ്റേറ്റ് എന്നുകൂടി ഉണ്ടായിരുന്നു എങ്കിൽ ഔദ്യോഗിക വാഹനത്തിൽ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കാമായിരുന്നു. അത് വേണ്ട എന്ന് തീരുമാനിച്ചത് ഇങ്ങനെ ഒരു അഡ്രസ്സിലാണല്ലോ അവർ തന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഇനിയൊരു വിമർശനം വേണ്ട. പോലീസും പട്ടാളവും ഒക്കെ ആയിട്ട് നിങ്ങൾക്കെതിരെയുള്ള വിമർശനം പോലീസിനായിട്ട് പോയില്ല എന്നുള്ളതാണ്. പോയിരുന്നു എങ്കിൽ ഇവർ പറയാതല്ല. സംസ്ഥാന സർക്കാരിൻ്റെ യശസ്സിന് ഈ വാഹനം അവിടെ കൊണ്ടുപോയി വെച്ച് കളങ്കം വരുത്തി മന്ത്രി എന്നാണ് ഇവർ പറയുക. താങ്കളൊരു അനസ് എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ പോയി. അനസ് ആണ് ഇപ്പോൾ റഡാറിൽ നിൽക്കുന്നത്. ഈ അനസ് അത്രത്തോളം റഡാറിൽ നിൽക്കപ്പെടേണ്ട ഒരാളാണോ? അനസ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പറാണ്. അത് ശരി. അനസ് എൻ്റെ കേവലം ഒരു സുഹൃത്തല്ല. അനസ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഒരു മെമ്പറാണ്. താങ്കളാണ് ഹജ്ജിൻ്റെ ചുമതലയുള്ള മന്ത്രി. എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് അനസ്. അദ്ദേഹം ഒരുപാട് പേരുടെ സുഹൃത്തുക്കളായിരിക്കുമല്ലോ. അദ്ദേഹത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമായിട്ടും നല്ല ബന്ധമാണ്. അദ്ദേഹം ഒരു വ്യവസായിയാണ്. ഒരു വ്യവസായി എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും എല്ലാ പാർട്ടിയിലും പെട്ട ആളുകളുമായിട്ടും ചങ്ങാത്തവും സൗഹൃദവും ഉണ്ടാകും. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. ED-യുടെ മുമ്പിലേക്ക് താങ്കൾ ചെല്ലുന്നു. താങ്കൾ എന്ത് മുൻവിധിയോടെയാണ് ED-യുടെ മുമ്പിലേക്ക് ചെല്ലുന്നത്? താങ്കൾക്ക് ഭയാശങ്കകളുണ്ടായിരുന്നോ അതെയോ സംശയങ്ങളുണ്ടായിരുന്നോ? എന്തായിരിക്കും അവസ്ഥ? എനിക്കങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്താണ് പറയേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ എനിക്കുണ്ടല്ലോ. ഞാനുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ മറച്ചുവെക്കലുകളുമില്ലാതെ പറയാൻ എനിക്ക് കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണല്ലോ ഞാൻ പോകുന്നത്. ആരോടൊക്കെ പറഞ്ഞിട്ടാണ് താങ്കൾ ഈ ചോദ്യം ഇതിന് പോയത്? ഉപ്പയോടും ഭാര്യയോടും മക്കളോടൊക്കെ പറഞ്ഞോ? ഒരാളോടും പറഞ്ഞിട്ടില്ല. ഒരാളോടും പറഞ്ഞില്ല. പേഴ്സണൽ സ്റ്റാഫിൽ ആരോടും പറഞ്ഞില്ലേ? ഒരാളോടും പറഞ്ഞിട്ടില്ല. അനസ് അറിഞ്ഞിട്ടില്ല? അനസിനോട് ഞാൻ പറഞ്ഞു ഞാനിന്ന് അവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് ജലീൽ എന്ന് പറഞ്ഞ വ്യക്തിയിൽ തുടങ്ങി ജലീൽ എന്നുള്ള വ്യക്തിയിൽ മാത്രം നിലനിന്ന ഒരു സീക്രട്ടാണ്. അതെ, വേറെ ഒരാളോടും ഞാൻ ഇത് റിവീൽ ചെയ്തിട്ടില്ല. താങ്കളിൽ ഒരു നടൻ ഒളിഞ്ഞു കിടക്കുന്ന ഒരാൾ പറഞ്ഞു. പണ്ട് താങ്കൾ ചെറുപ്പത്തിലായിരുന്നു. അങ്ങനെയല്ല, നമ്മൾ മറച്ചു വെക്കേണ്ട ഒരു കാര്യം മറച്ചു വെക്കണമല്ലോ. കാരണം ED വളരെ കോൺഫിഡൻഷ്യലായിട്ട് നടക്കണം എന്ന് പറഞ്ഞൊരു കാര്യം നമ്മളായിട്ട് എന്തിനാണ് പരസ്യപ്പെടുത്തുന്നത്? വ്യക്തമായി. അപ്പോൾ താങ്കൾ അവിടെ പ്രവേശിക്കുന്നു. അവരുടെ ഒരു സമീപനം എന്തായിരുന്നു? അവർ വളരെ മാന്യമായിട്ടാണ് കാര്യങ്ങൾ തിരക്കിയത്. വളരെ മാന്യമായിട്ടാണ് അവരെന്നോട് പെരുമാറിയത്. എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചു. അതിനൊക്കെ തന്നെ വ്യക്തമായ മറുപടി കൊടുത്തു. അവരുടെ ചോദ്യങ്ങളിൽ സ്വാഭാവികമായിട്ടും UAE കൗൺസിലേറ്റുമായിട്ടുള്ള ബന്ധം വന്നിട്ടുണ്ടാകാം. ഉണ്ട്. സ്വപ്നയുമായിട്ട് ടെലിഫോൺ സംഭാഷണങ്ങൾ ബന്ധമുണ്ടാകാം. വന്നിട്ടുണ്ട്. ഞാനങ്ങനെ ഊഹിക്കുകയാണ്. പിന്നെ താങ്കൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞുകൊണ്ടുള്ള ഒരു ബലവും കൂടി ഞാൻ ഉണ്ട് അതിനകത്ത്. പിന്നീട് ഈ ഖുറാൻ വാങ്ങിയത്, സിയാപ്റ്റിൻ്റെ വണ്ടിയിൽ പോകുന്നത്, മറ്റു കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടാകാം. പിന്നീട് താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടാകാം. താങ്കളുടെ സ്വത്തിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടാകാം. അതിനിടയിൽ താങ്കൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൽ നിന്ന് ലോൺ എടുത്തതിനെക്കുറിച്ച് ചില ആൾക്കാരെ ട്രോളിറക്കി. ഈ ജലീലിന് പെയിൻ്റ് അടിക്കാൻ വേണ്ടി ലോൺ എടുക്കേണ്ട കാര്യമുണ്ടോ? അവരൊക്കെ വിചാരിക്കുന്നത് ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. കാരണം അവർ കണ്ട് ശീലിച്ച ആളുകളും അവർ പരിചയപ്പെട്ട നേതാക്കളും അങ്ങനെ ആകുന്നത് കൊണ്ടാവണം അത്തരത്തിലുള്ള ധാരണകൾ. എനിക്ക് ഒരു ജോലിയുണ്ട്. ഞാനൊരു കോളേജ് അധ്യാപകനാണ്. എൻ്റെ ഭാര്യ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണ്. മാന്യമായി ജീവിക്കാനുള്ള വരുമാനമുണ്ട്. 19 സെൻറ്റ് സ്ഥലമാണ് എനിക്കുള്ളത്. ഒരു വീടും. ആ 19 സെൻറ്റ് സ്ഥലവും വീടും 2002 എടുത്തതാണ്. അന്ന് ഞാൻ മുസ്ലിം ലീഗിലായിരുന്നു കേട്ടോ. അന്നാണ് അതെടുത്തത്. സാധാരണ ലീഗിലാകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിൽ
ലീഗിൻ്റെ സമ്പന്നരായിട്ടുള്ള നേതാക്കന്മാരോടൊക്കെ പോയിട്ട് ഒരു സഹായമൊക്കെ ചോദിക്കും. അന്ന് ചോദിച്ചില്ല. ഏയ് ഒരാളോടും ചോദിച്ചിട്ടില്ല. ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് 2006 പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ വീടിരിക്കൽ കഴിഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞു, ഈ കൂടി നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ ഒരു ചുവപ്പ് ലക്കോട്ടിൽ 10 രൂപ ഇട്ട് ഇതാ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും എന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ്. 2006 കുറ്റിപ്പുറത്ത് താങ്കൾ വലിയൊരു പോരാട്ടം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതാണ്. അത് ജനം അംഗീകരിച്ചു. കാരണം അവർക്ക് എന്നെ വിശ്വാസമായി. ആ വിശ്വാസത്തിന് മുകളിലാണ് കുഞ്ഞാലിക്കുട്ടി ചുവട് വീഴ്ച വീണത്. തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ 30,000 വോട്ടിന് ജയിച്ച സ്ഥലത്തല്ലേ 8,000-ലധികം വോട്ടുകൾക്ക് കുഞ്ഞാലിക്കുട്ടി പരാജയപ്പെടുന്നത്, ലീഗ് പരാജയപ്പെടുന്നത്. അത് ജലീലെ അതൊക്കെ എളുപ്പത്തിൽ കുഞ്ഞാപ്പയ്ക്ക് മറക്കാൻ പറ്റുമോ? അത് മറക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അതിനോട് രാജിയാകണം. ഇനി ഞാൻ കുറ്റിപ്പുറത്ത് 2006 ജയിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും മുസ്ലിം ലീഗിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവരത് അംഗീകരിക്കണം. അതിനോട് മനസ്സ് താതാത്മ്യപ്പെടണം. അതാണ് നമ്മൾ പറയാറുണ്ടല്ലോ, അതിനോട് രാജിയാവുക എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ താതാത്മ്യപ്പെട്ടാൽ അവർക്ക് മനസ്സമാധാനം കൂടുതൽ കിട്ടും. അതെ, അതാണ്. അപ്പോൾ താങ്കൾ പെയിന്റ് അടിക്കാൻ ഒരു പക്ഷേ താങ്കൾ പിന്നെ താങ്കളുടെ വീടിന്റെ എന്തെങ്കിലും പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയായിരിക്കും. അതെ, ടോയ്ലറ്റുകൾ നന്നാക്കുന്നതിന് വേണ്ടിയും പെയിന്റ് അടിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് 5 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തത്. എൻ്റെ വീടിൻ്റെ 19.5 സെൻറ്റ് സ്ഥലത്തിൻ്റെ ആധാരം, ഒറിജിനൽ ആധാരം നിയമസഭയുടെ ബന്ധപ്പെട്ട സെക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ലോൺ എടുക്കണമെങ്കിൽ എന്തായാലും ആധാരം കൊടുക്കേണ്ടി വരും. അതെ, ഇവിടെ എത്രയോ ഹൗസിംഗ് ലോണുകൾ ആൾക്കാർ എടുക്കുന്നു, പക്ഷേ അത് കൊടുക്കണം. പക്ഷേ താങ്കൾ ആധാരം പണയപ്പെടുത്തി എന്നുള്ളതാണ് ഒരു ട്രോളായിട്ട് വന്നത്. അതെ, ആധാരം പണയത്തിലാണ് ഇപ്പോൾ. പണയത്തിലാണ് റിയലി. അതല്ല, അതൊരു ട്രോളായിട്ട് വന്നു എന്നുള്ള. അവരെ കുറ്റപ്പെടുത്താൻ പറ്റൂല, ഈ ട്രോളന്മാരെ കുറ്റപ്പെടുത്താൻ പറ്റൂല. കാരണം അവർ കണ്ട നേതാക്കളും അവർ പരിചയപ്പെട്ട നേതാക്കളും അങ്ങനെ അല്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു തരി സ്വർണ്ണമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? താങ്കളുടെ ഒരു സുഹൃത്ത് ഒരുപക്ഷെ താങ്കളുടെ ഒരു മനോധർമ്മത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി താല്പര്യപ്പെട്ടു വരുന്നുണ്ട്. കേന്ദ്ര ഭരണത്തിൽ ഫാസിസത്തിൻ്റെ മുഖങ്ങൾ തെളിഞ്ഞും ഒളിഞ്ഞും മുന്നോട്ട് വരുമ്പോൾ അതിനെ ഒറ്റക്കെട്ടായി എതിർക്കേണ്ടതിന് പകരം ഒരു സംസ്ഥാനത്തെ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളെടുത്ത് പൊക്കിപ്പിടിച്ച് രാഷ്ട്രീയ കോമരങ്ങൾ തുള്ളുന്നത് എത്ര ദുഷ്ടലാക്കോടെയാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഒരു പ്രൊഫസർ എന്ന നിലയിൽ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് ജലീൽ കണ്ടെത്തിയ കാര്യങ്ങളും അന്ന് ജലീൽ അതിനെ എങ്ങനെയാണ് പ്രതികരിച്ചതെന്നതും ഇന്ന് ജലീൽ അതിനെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്ത് പറയുന്നു എന്ന് നോക്കാം. ഒരു അധ്യാപകൻ എന്നുള്ള ജലീലും ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള വ്യക്തിയും തമ്മിലുള്ള എന്തെങ്കിലും അന്തരമുണ്ടോ? അദ്ദേഹം താങ്കൾ ഇപ്പോഴും ഒരു അധ്യാപകനാണോ? അധ്യാപകനാകണം, അല്ലെങ്കിൽ അധ്യാപകനായിട്ട് തന്നെ വിരമിക്കണം എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലൊരു മോഹം, വ്യക്തിപരമായിട്ടുള്ളൊരാഗ്രഹം. കാരണം ഞാൻ പഠിച്ച കോളേജിനെ, ചെയർമാനായ കോളേജിനെ, അതിനുശേഷം അധ്യാപകനായ കോളേജിനെ, അവിടുത്തെ കുട്ടികളെ, അവിടുത്തെ ചുറ്റുപാടുകളെ അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു. PSMO കോളേജിലാണ് താങ്കൾ പഠിച്ചത്, അവിടെ ചെയർമാനായിരുന്നു, പിന്നീട് താങ്കളുടെ അധ്യാപകനായി വന്നു. അതെ അതെ അതെ. അധ്യാപകനായി വന്നപ്പോൾ പിള്ളേരെ കുറച്ച് കമന്റ് അടിച്ചപ്പോൾ താങ്കൾ ക്ഷുഭിതനായിരുന്നു. അതെ അതെ അതെ. അവരെ ഞാൻ പുറത്താക്കാൻ വേണ്ടി നിന്നപ്പോൾ അവര് വന്നിട്ട് സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞു, സാർ ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, പുള്ളിക്കേറിക്കോളാൻ പറഞ്ഞു. പുള്ളിക്കേറിക്കോളാൻ പറഞ്ഞു. ചെയർമാൻ ആക്കിയ ആൾക്കാരാണ് അവരെ പിന്നീട് പുറത്താക്കിയത്. പിന്നീട് താങ്കൾ MPhil എടുത്തു. വളരെ ഒരുപക്ഷെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ താങ്കൾ ഈ പറഞ്ഞ താങ്കൾക്കെതിരെ നടക്കുന്ന വേട്ട അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു മതപരമായ അംശത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ താങ്കൾ മാപ്പിള ലഹളയെ മുൻനിർത്തി ഗവേഷണം നടത്തിയാറാണ്. വാര്യകുന്ന് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും അലി മുസ്ലിയാരുടെയൊക്കെ പ്രാധാന്യം, അതൊക്കെ ഒരുപക്ഷെ ഈ ഒരു പശ്ചാത്തലത്തിൽ എത്ര കണ്ട് താങ്കളെപ്പോലുള്ള ആൾക്കാർ വേട്ടയാടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ പഠനത്തിൻ്റെ പ്രസക്തിയും കൂടി ഊട്ടിയുറപ്പിക്കപ്പെടുന്നുണ്ടോ? ആ പഠനം നടത്താൻ എന്നെ പ്രേരിപ്പിച്ച കാര്യം, എൻ്റെ പിതാവിൻ്റെ പിതാവ് വല്ലിപ്പ കൂരിപ്പറമ്പിൽ മരക്കാർ 921 മലബാർ കലാപകാലത്ത് കാട്ടിപ്പരുത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്നുള്ള കേസിൽ പിടിക്കപ്പെട്ട് ഏതാണ്ട് 12 വർഷത്തോളം ബെല്ലാരി ജയിലിലായിരുന്നു. അവിടെ നിന്ന് ജയിൽ മുക്തനായി വന്നതിന് ശേഷമാണ് അദ്ദേഹം രണ്ടാമത്തെ വിവാഹം, നേരത്തെ വിവാഹം കഴിച്ചിരുന്ന ഭാര്യ മരിച്ചിരുന്നു,
രണ്ടാമത്തെ വിവാഹം കഴിക്കുന്നതും എൻ്റെ പിതാവ് ഉൾപ്പെടെ 3 മക്കളുണ്ടാകുന്നതും. ആ ഒരു പശ്ചാത്തലം ഈ സമരത്തെ സംബന്ധിച്ച്, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തെക്കുറിച്ച് പഠിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. അതുകൊണ്ടാണ് എംഫിലിനും PhDക്കും 921 കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠനവിധേയമാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഡോക്ടർ ജലീലിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പലരും പറയുന്നുണ്ട്, സിമിയിലൂടെ തുടങ്ങി ലീഗിലൂടെ മുമ്പോട്ട് പോയി പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി. സിമി എന്നുള്ളത് ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റിൽ പോലും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഖുറാൻ എന്ന് പറയുമ്പോൾ സിമി സിമി എന്ന് താങ്കൾക്കെതിരെ വിരലൂട്ടുന്നുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക? ഞാൻ മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുസമദ് സമദാനി, അദ്ദേഹവും ഞാനും ഒക്കെ സിമിയിൽ പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം സിമിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു, കേന്ദ്ര ഷൂറ മെമ്പർ എന്നാണ് പറയുക. സമദാനി ഫറൂഖ് കോളേജിൻ്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചത് സിമിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. ഞാനും സിമിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തിരൂരങ്ങാടി PSMO കോളേജിൽ മത്സരിച്ചിട്ടുണ്ട്. അന്ന് സിമി ഒരു നിരോധിത സംഘടനയല്ല, രാജ്യത്ത് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയിൽ പ്രവർത്തിച്ചു. അവരുടെ ചില നിരീക്ഷണങ്ങളോട്, തീരുമാനങ്ങളോട് എനിക്ക് വിയോജിപ്പ് തോന്നി, സമദാനിക്കും വിയോജിപ്പ് തോന്നി. ഞങ്ങൾ രണ്ടുപേരും ആ സംഘടനയിൽ നിന്ന് രാജിവെക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം നേരത്തെ രാജിവെച്ചിരുന്നു. ഞാൻ അതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ സിമിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. സത്യത്തിൽ സിമിയിലേക്ക് എന്നെ ആകർഷിക്കുന്നതിൽ സമദാനിയുടെ ഒരു വാക്ചാതുരി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം ഞാനന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ആ ഒരു സമയത്താണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് 10ാം ക്ലാസ് ആ ഒരു ഘട്ടത്തിലൊക്കെ ആവണം സമദാനി ഫാറൂഖ് കോളേജിൽ ചെയർമാനായിട്ട് മത്സരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ചൊക്കെ നാട്ടിൽ പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ സിമിയിൽ നിന്ന് താങ്കൾ MSFലേക്ക് വരുന്നു. സമദാനിയും സിമിയിൽ നിന്ന് MSFൽ ചേർന്നു. അങ്ങനെ പിന്നെ ലീഗിലെത്തി. ഞാനും അതുപോലെ തന്നെ MSFൽ വന്നു, ലീഗിൽ വന്നു. നമ്മൾ സിമിയായിട്ട് ഒരാളുണ്ടെങ്കിൽ അയാൾ ജീവിതകാലം മുഴുവൻ അതായിക്കോട്ടെ എന്നല്ലല്ലോ തീരുമാനിക്കേണ്ടത്. എത്ര ആളുകൾ പല പാർട്ടികളിൽ നിന്നും മുക്തരായി വന്ന് ശരിയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ നിരുത്സാഹപ്പെടുത്താണോ വേണ്ടത്? നീ പഴയ കാലത്ത് ആ വഴിയിലൂടെ സഞ്ചരിച്ചവനാണ്, അതുകൊണ്ട് പോകണം, നിനക്കിവിടെ ഇടമില്ല എന്നാണോ നമ്മൾ പറയേണ്ടത്? ഞാൻ സിമിയിൽ നിന്ന് ലഷ്കർ-ഇ തൊയ്ബയിലേക്ക് പോകണം എന്നാണ് ഇവർ പലരും പറയുന്നത്. അതല്ലല്ലോ ചെയ്തത്. അതിൻ്റെ നയങ്ങളോട് വിയോജിച്ച് പുറത്തു വന്ന് സാമാന്യം ഭേദപ്പെട്ട ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗുമായി സഹകരിക്കുക ചെയ്തത്. അവിടെയും സഹകരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ കലഹിച്ചു. എന്തായിരുന്നു താങ്കളുടെ കലഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം? മുസ്ലിം ലീഗിൻ്റെ പല നിലപാടുകളോടും സമീപനങ്ങളോടും, പ്രത്യേകിച്ച് പല ഫണ്ടുകളും, ഗുജറാത്ത് ഫണ്ട്, സുനാമി ഫണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ഫണ്ടുകളും മുസ്ലിം ലീഗ് ശേഖരിക്കുകയും അതൊന്നും വിതരണം ചെയ്യാതെ വെക്കുകയും ചെയ്യുകയായിരുന്നു. ആ സന്ദർഭത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ബഹുമാന്യനായിട്ടുള്ള ശിഹാബ് തങ്ങളൊക്കെ ഉള്ള കാലമാണത്. അതിനെ ഞാൻ ചോദ്യം ചെയ്തു. ഞാൻ പറഞ്ഞതൊരൊറ്റ കാര്യമാണ്. അവിടെയാണ് തുടങ്ങിയത്. ഞാൻ പറഞ്ഞതൊരൊറ്റ കാര്യമാണ്. നമ്മൾ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ജനങ്ങളിൽ നിന്ന് പിരിവ് നടത്തിയാൽ അതിനുവേണ്ടി മാത്രമേ ആ പണം വിനിയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഗുജറാത്തിലെ കലാപബാധിതരെ റിഹാബിലിറ്റേറ്റ് ചെയ്യണം, പുനരധിവസിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പണം പിരിച്ചത്. എന്നാൽ അത് ചന്ദ്രികയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ പാർട്ടിയുടെ എന്തെങ്കിലും സാമ്പത്തിക ആവശ്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി പാടില്ല. അത് തെറ്റാണ്. ഒന്നുകിൽ നമ്മൾ പിരിക്കാതിരിക്കുക, അല്ലെങ്കിൽ പിരിക്കുമ്പോൾ പറയുക ഇത് പല കാര്യങ്ങൾക്കാണ് പിരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പിരിവ് നടത്തിയാൽ ആ കാര്യത്തിനും അതിൻ്റെ അനുബന്ധ കാര്യങ്ങൾക്കുമല്ലാതെ ആ പണം വിനിയോഗിക്കരുത്. അവിടെയാണ് താങ്കൾ വിമതനായി രൂപാന്തരം പ്രാപിക്കുന്നത്. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ വിമതനായിട്ട് മുദ്ര കുത്തപ്പെടുന്നത്. അന്ന് ലീഗിൽ നിന്ന് ഞാൻ പുറത്തു പോകണം എന്ന് താല്പര്യമുള്ള ആളുകളാണോ എന്നെനിക്കറിയില്ല. എന്നാൽ ലീഗിൽ ഒരു ശുദ്ധികലശം വേണമെന്ന് ആഗ്രഹിച്ചവരാണോ എന്നെനിക്കറിയില്ല. ഈ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു കൊടുത്തു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. താങ്കൾക്കൊരു പങ്കില്ല. പിറ്റേ ദിവസം പത്രത്തിൽ അച്ചടിച്ചു വന്നു ഇതൊക്കെ.
നേതൃത്വം കരുതിയത് ഞാനാണ് ഇതെല്ലാം പുറത്തു കൊടുത്തത് എന്നാണ്. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പിന്നെ കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് യാതൊരു നിയന്ത്രണവുമില്ലാതെ, സർക്കാരിൻ്റെ കൺട്രോളുമില്ലാതെ തീർത്തും സ്വകാര്യവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നടന്നപ്പോൾ അതിനെതിരായി ഒരു പ്രസ്താവന ഞാൻ നടത്തി. സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാവണം അത്. അങ്ങനെ കണ്ണിലെ കരടായി മാറുന്നു. അങ്ങനെയാണ് മുസ്ലിം ലീഗിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെടുന്നത്. ഇന്ന് മുസ്ലിം ലീഗ് പറയുന്നത് താങ്കൾ മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിലാണ്. അതാണ് പറയുന്നത്. ആ സംരക്ഷണത്തെ, ആ വാക്കിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയോട് വ്യക്തിപരമായിട്ട് എനിക്ക് വല്ലാത്ത ആദരവും ബഹുമാനവുമുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഒരു പ്രകൃതക്കാരനാണ് അദ്ദേഹം. എൻ്റെ പിതാവ് വളരെ കർക്കശക്കാരനാണ്. 5 പ്രാവശ്യം 6 പ്രാവശ്യമൊക്കെ ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ചെറുപ്പകാലത്തൊന്നും പിതാവിൻ്റെ നിഴല് കണ്ടാൽ ഞങ്ങളൊക്കെ പേടിച്ച് വിറച്ച് വീട്ടിൽ പഠിപ്പിസ്റ്റുകളായിട്ട് നിൽക്കും. നിങ്ങളൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ എഴുതി ഉണ്ടാക്കിയിട്ട് ജയിലിലെ വാർഡനാകാൻ വേണ്ടിയിട്ട് വാപ്പയെ വിടാൻ നിങ്ങൾ തയ്യാറായി എന്നാണ് പറഞ്ഞു. അതെ, ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കും. എനിക്ക് 4 പെങ്ങന്മാരുണ്ട്, 2 അനിയന്മാരുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു പെങ്ങൾ പറയുമായിരുന്നു, ജയിൽ വാർഡൻ്റെ പോസ്റ്റിലേക്ക് വാപ്പാനെ ഇൻ്റർവ്യൂ പോലും നടത്താതെ എടുക്കാൻ വേണ്ടി പറ്റുന്നു. അത്രമാത്രം കർക്കശക്കാരനായിരുന്നു. പക്ഷേ ശരിയുടെ ഭാഗത്ത് അദ്ദേഹം എപ്പോഴും നിന്നിട്ടുണ്ട്. ആ ഒരു പ്രകൃതമാണ് പലപ്പോഴും താങ്കളുടെ ഇടപെടലിൽ താങ്കൾക്ക് പലപ്പോഴും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അനുഭവിക്കാൻ കഴിയുന്ന ആ ഒരു കർക്കശഭാവം. സത്യം നമ്മളുടെ ഭാഗത്തുണ്ടോ, ശരിയാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ എന്ത് വില കൊടുത്തും അദ്ദേഹം അത് ചെയ്തവർ ആരായാലും സംരക്ഷിക്കും. തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഒരു ചെറിയ കുറ്റമെങ്കിലും നമ്മളുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടോ, ഒരു സംരക്ഷണവും പ്രതീക്ഷിക്കേണ്ട. അത്രമാത്രം ശരിയോട് ഈ കാര്യങ്ങളൊക്കെ താങ്കൾ മുഖ്യമന്ത്രി ധരിപ്പിച്ചിരുന്നു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ പ്രതികരണം എല്ലാം കേട്ടിരുന്നു. അതിലൊരു തെറ്റ് ഉണ്ട് എന്നുള്ള നിലക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ആർക്കായാലും ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയേണ്ടതായിട്ടുള്ളൂ. CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി, CPM-ൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി, ഞാനൊരു പാർട്ടി മെമ്പർ പോലും അല്ലല്ലോ. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതാണ് ലീഗ് പറയുന്നത്. പാർട്ടി മെമ്പർ പോലും അല്ലാത്ത ഇപ്പം ജലീലിനെ എന്തിനാണ് സംരക്ഷിക്കുന്നത് ചോദിക്കുന്നത്. CPIM-ൻ്റെ ഒരു സഹയാത്രികൻ മാത്രമാണ് ഞാൻ. എന്നിട്ട് പോലും തെറ്റ് ചെയ്യാത്ത എന്നെ സംരക്ഷിക്കാൻ ഈ പാർട്ടി എടുക്കുന്ന ധീരമായിട്ടുള്ള നിലപാട്, അത് ഒരുപാട് ആളുകളെ സ്വാധീനിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും പല ഇമേജിൻ്റെ തടവറയിലാണ്. എല്ലാവരും പലതിൻ്റെയും തടവറയിലാണ്. ഏത് ഘട്ടത്തിലും നമ്മൾ വലിച്ചെറിയപ്പെട്ടേക്കാം, സത്യമാണ് നമ്മൾ ചെയ്തതെങ്കിൽ പോലും. പക്ഷേ അങ്ങനെ അല്ല, ഞങ്ങൾ ആർക്കും കീറി മുറിക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന് പാർട്ടി പറയുന്നത് നമ്മൾ തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. വളാഞ്ചേരിയിൽ നിന്ന് താങ്കൾ വണ്ടിയിൽ പുറപ്പെട്ടപ്പോൾ താങ്കൾ അക്ഷരാർത്ഥത്തിൽ ചേസ് ചെയ്യപ്പെടുമായിരുന്നു. അന്നേരം ചേസ് ചെയ്യപ്പെടുന്നു. എനിക്ക് തോന്നുന്നു യുവമോർച്ചക്കാർ വാഹനം കുറുകയിടുന്നു ഒരു മന്ത്രിയുടെ മുമ്പിൽ. ഇപ്പോൾ കേന്ദ്രത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വാഹനത്തിന് മുമ്പിൽ ഒരു വാഹനം കുറുകയിട്ടായിരുന്നു അവൻ്റെ അവസ്ഥ എന്താവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. പക്ഷേ ഈ ഒരു വേട്ടയാടലിൽ അല്ലെങ്കിൽ ചേസിങ്ങിലൊക്കെ ഒരുപക്ഷെ താങ്കൾക്ക് ഈ ആത്മധൈര്യം പകർന്നത് താങ്കളുടെ പാർട്ടി താങ്കൾക്ക് നൽകുന്ന ഒരു പിന്തുണയായിരുന്നു. ഷുവർ, നോ ഡൗട്ട്. ധൈര്യസമേതം താങ്കൾ പോകുന്നു. ഞാൻ 4 മണിക്കല്ലേ പുറപ്പെട്ടത്. എനിക്ക് രാത്രി പോരാമായിരുന്നില്ലേ? എല്ലാവരും ഉറങ്ങിയതിന് ശേഷം പുറപ്പെടാമായിരുന്നു. ഞാനത് ചെയ്തില്ലല്ലോ. മുമ്പും ഇതുപോലെ മുസ്ലിം ലീഗിൻ്റെ കോട്ടയായിട്ടുള്ള മലപ്പുറം ജില്ലയിൽ എന്നെ ഇറങ്ങി നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി നടന്നില്ലേ? എത്ര പൊതുപരിപാടികളിൽ പങ്കെടുത്തു. അങ്ങനെ കൂസി നിൽക്കുന്നവനല്ല ഞാൻ. ലീഗിൻ്റെ ഏതെങ്കിലും ഒരു ഉമ്മാക്കി കണ്ടാൽ ഞാൻ വിറച്ചു നിൽക്കുമെന്ന് അവർ കരുതിയോ? ഞാൻ പറഞ്ഞല്ലോ, 12 വർഷം ബെല്ലാരി ജയിലിൽ കിടന്ന ഒരു വല്ലിപ്പയുടെ പേരക്കുട്ടിയാണ് ഞാൻ.
ആ രക്തമാണ് താങ്കളിൽ. എന്നിലും ഉണ്ടാവുമല്ലോ. താങ്കളിപ്പം ലീഗിനും പ്രതിപക്ഷത്തിനും നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് താങ്കൾ. അതായത് ബെല്ലാരിൽ ജയിലിൽ കിടന്ന ഒരു യോദ്ധാവിൻ്റെ ഒരു പേരക്കിടാവാണ് താങ്കൾ എന്നുള്ളത്. പക്ഷേ ഈ താങ്കൾക്കെതിരെ നടക്കുന്ന സമരത്തെക്കുറിച്ച് പല ആൾക്കാർക്കും ഉത്കണ്ഠയുണ്ട്. ഒരാൾ കാണിച്ചത് ഈ ഇപ്പം കാണിച്ചു കൂട്ടുന്നത് ധർമ്മത്തിൻ്റെ ഒരു കണികയില്ലാത്തതാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനൊക്കെ വേണ്ടി സമരം ചെയ്യേണ്ടവരാണ്, തെരുവിലിറങ്ങേണ്ടവരാണ് നമ്മൾ. ഇന്ന് ഇന്ത്യ നേരിടുന്ന എന്തൊക്കെ വിപത്തുകളുണ്ട്, അതിന് ഏതൊക്കെ വിധത്തിലുള്ള സമരമുറകൾ നമ്മൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത്തരം പേക്കൂത്തുകൾ കാണിക്കുന്ന ആളുകളെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു സമയം കൂടിയാണ്. വികാരത്തെ വെടിഞ്ഞ് വിചാരത്തോടു കൂടി സമരം ചെയ്യാനും പ്രതികരിക്കാനുമുള്ള ശേഷിയും ശേമുഷിയുമാണ് നാം ആർജിക്കേണ്ടത്. ഇത്തരം ആഭാസത്തരങ്ങളെ നമുക്ക് വിട ചൊല്ലാം എന്ന് പറയാം. ജലീൽ, താങ്കൾ വാഹനത്തിൽ വരുമ്പോൾ താങ്കളുടെ മനസ്സിലുള്ള വികാരം എന്തായിരുന്നു? കാരണം വെച്ചാൽ പിന്നെ ടെലിവിഷൻ ചാനലുകൾ ഒരു റണ്ണിങ് കമൻട്രിയോടെ കൊടുത്തുകൊണ്ടിരിക്കുന്നു, താങ്കൾ അടുത്ത അതിലേക്ക് പോകുന്നു, അടുത്ത താങ്കളുടെ പോയിന്റ് ഏതാണ്? പിന്നെ ഒരിടയ്ക്ക് വന്നിരിക്കുന്നു താങ്കൾ കൊച്ചിയിൽ ഹോൾട്ട് ചെയ്ത് വീണ്ടും ചോദ്യം ചെയ്യലിൽ വിധേയനാകാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇതിൽ താങ്കൾ അറിയുന്നുണ്ടായിരുന്നോ? വണ്ടിയിലിരുന്ന്? ഞാൻ എല്ലാം അറിയുന്നുണ്ടായിരുന്നു, എല്ലാം ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. കരിങ്കൊടി പ്രകടനക്കാർ വരുമ്പോൾ ഞാൻ അവരോട് വിഷ് ചെയ്യുക ചെയ്തത്, അവരെ നിരുത്സാഹപ്പെടുത്തല്ല ചെയ്തത്. അവർ ചെയ്യുന്ന പ്രവൃത്തിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അവർ ചീമുട്ടൊക്കെ എറിയുന്നുണ്ടായിരുന്നു. അല്ല, ചീമുട്ടൊക്കെ എറിഞ്ഞോട്ടെ. അങ്ങനെ ചീമുട്ട കൊണ്ട് ഒരാളെ നശിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 2 ലോഡ് ചീമുട്ട ഇറക്കിയാൽ മതിയല്ലോ, ഒരാളെ രാജിവെപ്പിക്കും. ഒരാളുടെ രാഷ്ട്രീയ ഭാവി അങ്ങ് രാഷ്ട്രീയ ഭാവി. അപ്പോൾ താങ്കൾ വളരെ കൂളായിട്ടിരുന്നിട്ട് കൈയെല്ലാം വീശി അവർക്ക് സലാമെല്ലാം കൊടുത്ത് സലാമത്തെല്ലാം പറഞ്ഞിട്ട് വരുമായിരുന്നു. ആശങ്ക ആർക്കാണ് ഉണ്ടാവുക? കുറ്റബോധം ഒരു തരിയെങ്കിലും മനസ്സിലുള്ളവർക്കല്ലേ ആശങ്ക ഉണ്ടാവും. ഈ കുസൃതിയും ഈ കുറുമ്പും ജലീലിന് പണ്ടും ഉണ്ടായിരുന്നു, അത് ആവോളം ഇപ്പോഴും ഉണ്ട്. പണ്ട് താങ്കളെ തലമുട്ടയടിച്ചിട്ട് കാട്ടിൽ ഒളിച്ചിരുന്ന ഒരാളാണ് താങ്കൾ. അതെ അതെ അതെ. 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വാപ്പ മുട്ടയടിച്ചു. സ്കൂളിൽ പോകാൻ എനിക്ക് ഭയങ്കര നാണായി. കാരണം സ്കൂളിൽ ചെന്നാൽ അന്ന് പെൻസില് ഈ മുട്ടത്തലമ വരക്കും ചങ്ങാതിമാര്. അപ്പോൾ അത് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കാട്ടിൽ ഒളിച്ചിരുന്നു. അങ്ങനെ സ്കൂളിൽ ഞാൻ പോകുന്നില്ല എന്നുള്ള വിവരം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വീട്ടിലറിയുന്നത്. അവിടെ നിന്ന് പിന്നെ എന്നെ വെട്ടി വേറൊരു സ്കൂളിൽ ചേർത്തു. അവിടെ ഹോസ്റ്റലിലാണ് നിന്നത്? ഹോസ്റ്റലിലാണ്, തിരൂർക്കാട് ഹോസ്റ്റലിലാണ് പിന്നെ ഞാൻ ചേർന്നത്. പക്ഷെ അവിടെ താങ്കൾ പണി ഒപ്പിച്ചു. താങ്കൾ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന വീപ്പേ കയറി ചാടി കുളിച്ചുകൊണ്ടിരുന്നു. അതെ 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 അതെ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണത്. അന്ന് ചേളാരി സമസ്താലയത്തിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ വെള്ളത്തിന് ക്ഷാമമുണ്ടാകുന്ന സമയത്ത് ലാട്രിനിൽ പോകാൻ വേണ്ടിയിട്ട് വെള്ളം നിറച്ചു വെക്കും, പീപ്പയിൽ നിറച്ചു വെക്കും. അപ്പോൾ എനിക്ക് കിണറ്റിൻ്റെ അവിടെ പോയി വെള്ളം മുക്കി അവർ തന്നെ പാർന്നു തരും, അതിനൊക്കെ ആളുകളുണ്ട് അവിടെ. എനിക്കത് ഭയങ്കര മടിയാണ്. അപ്പം ഞാനെന്ത് ചെയ്യും, ഈ ഡ്രമ്മിൽ ചാടിയിട്ട് ഒരു ചാട്ടം ചാടും, എന്നിട്ട് വേഗം കയറി സോപ്പൊക്കെ തേച്ച് 2ാമതും അതിൽ തന്നെ ചാടും. ഇതൊരു ദിവസം കയ്യോടെ പിടികൂടി. അങ്ങനെയാണ് അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നത്. അങ്ങനെ പുറത്തായ ഒരു പശ്ചാത്തലം കൂടെ ഉണ്ട്. അങ്ങനെ പക്ഷെ താങ്കൾക്ക് അന്നുള്ള ആ ഒരു എന്താ പറയുക, ഒരു കുസൃതി, ആ ഒരു കുറുമ്പ്, അതൊക്കെ ഒരു പക്ഷേ ഇപ്പോഴത്തെ ക്രൈസിസിനെ താങ്കൾക്ക് അതിജീവിക്കാനും ഫേസ് ചെയ്യാനും വേണമെങ്കിൽ താങ്കൾക്ക് ഒരു അനുഭവം ആകുന്നുണ്ടാകും. കൂളായിട്ട് കാണുക എന്നുള്ളത്. അതെ, ചെറുപ്പത്തിലൊരു വികൃതി അത്രേ അതിനെ കാണേണ്ടതുള്ളൂ. പക്ഷെ ഞാൻ അന്നും പഠിത്തത്തിലൊന്നും മോശമായിരുന്നില്ല. അധ്യാപകരോടൊക്കെ വളരെ മാന്യമായിട്ടേ ഞാൻ പെരുമാറിയിട്ടുള്ളൂ. താങ്കളുടെ പുസ്തകത്തിൽ ഒരു ശകലമാണ്, താങ്കളെ വരാൻ പോകുന്നൊരു പുസ്തകത്തിലെ ശകലം. അതായത് താങ്കളെ വേട്ടയാടുന്ന ആൾക്കാർക്ക് വേണ്ടത് താങ്കളുടെ ചോരയാണ്. താങ്കൾ ചോരയ്ക്ക് മുകളിലാണ് കുറച്ച് അടിവരയിടുന്നത്. പക്ഷേങ്കിൽ അതിനൊന്നും താങ്കൾ കൂഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. ഒരിക്കലും അവർ സമരം നടത്തിയത് കൊണ്ടോ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഏത് ഏജൻസി അന്വേഷിച്ച് ശിക്ഷിക്കുകയാണെങ്കിലും ഏറ്റുവാങ്ങാൻ, എന്ത് ശിക്ഷയാണെങ്കിലും ഏറ്റുവാങ്ങാൻ ഞാനൊരുക്കമാണ്. അല്ലാതെ എൻ്റെ മനോവീര്യം കെടുത്തി എന്നെ കള്ളപ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളും നടത്തി തകർത്ത് തരിപ്പണമാക്കാമെന്നാണ് മോഹമെങ്കിൽ അത് നടക്കില്ല. ഈ ഒരു വാക്കുകളോടെ ഒരുപക്ഷെ ഡോക്ടർ കെ ടി ജലീലുമായിട്ടുള്ള സംഭാഷണം വർത്തമാനം അവസാനിപ്പിക്കുകയാണ്.
നിശ്ചയദാർഢ്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും ആർജവത്തിൻ്റെയും വാക്കുകളാണ് ശ്രീ ജലീലിൽ നിന്ന് വന്നത്. അപ്പോൾ താങ്കൾ ഒരാളുടെ മുമ്പിലും ചെയ്യാത്തൊരു കുറ്റത്തിന് മുട്ടുമടക്കാനോ അല്ലെങ്കിൽ തല കുനിക്കാനോ തയ്യാറല്ല. ഇനിയും ഒരാൾക്കും അങ്ങനെ ഒരു വ്യാമോഹം താങ്കളെക്കുറിച്ച് ഉണ്ടാകേണ്ടതില്ല. വേണ്ട. ഇത്രയും നേരം ഡോക്ടർ കെ ടി ജലീൽ ഞങ്ങളുമായിട്ട് സമയം പങ്കിട്ടതിൽ ഡോക്ടർ ജലീൽ തലയിൽ മുണ്ടിടാതെ, കളവ് പറയാതെ, ഒളിച്ചിരിക്കാതെ നേരിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ടാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. താങ്കളുടെ വരുന്ന ദിനങ്ങളിൽ താങ്കൾക്ക് എല്ലാവിധ ക്ഷേമവും അല്ലെങ്കിൽ സമാധാനവും നേരട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.